السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم اجعل حبك أحب إلينا من أنفسنا. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. رب زدنا علما نافعا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. അൽഹംദുലില്ലാ നമ്മൾ അങ്ങനെ സൂറത്തുൽ ബഖറയിൽ 60 ആയത്തുകൾ കഴിഞ്ഞു. അൽഹംദുലില്ലാ. ഇന്ന് നമുക്ക് 61ാമത്തെ ആയത്ത് ഡിസ്കസ് ചെയ്യാം. എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇതുവരെയുള്ളതിൽ ഏറ്റവും വലിയൊരു ആയത്താണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് ഇത്തിരി ലേറ്റായി പോവുകയാണെങ്കിൽ തിരക്കുള്ളവർക്ക് ഡ്രോപ്പ് ആവാം. ഇൻഷാ അല്ലാഹ് റെക്കോർഡിംഗ് കേൾക്കാം ഇൻഷാ അല്ലാഹ്. അപ്പം നമ്മള് ഇതേ ബനി ഇസ്രായേൽ സമൂഹത്തിന്റെ അടുത്ത ട്രെൻഡ് എന്താണെന്ന് കാണാൻ പോവാണ് അല്ലെ. ഒരു എന്താണ് അത്ഭുതങ്ങൾ ഒന്നിനു ശേഷം ഒന്നായിട്ട് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരുന്ന ഒരു കൗമാണ്. കടല് പിളർത്തി മൂസ അലൈഹി സ്വലാം അവർക്ക് തൗറാത്ത് കൊടുത്തു. അവർ ഓരോ സമയത്തും ധിക്കാരങ്ങൾ കാണിച്ചു. അപ്പോഴൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പുറത്തു കൊടുത്തു. അവരെ കൺമുമ്പ് തന്നെ അവർ മരിച്ചു വീഴുന്നതും ഉയർത്തെഴുന്നേൽക്കുന്നതും അവർ കണ്ടു. അതിനുശേഷം മന്ന, സൽവ, മേഘത്തിന്റെ തണല് അല്ലെ, ഒന്ന് കഴിഞ്ഞ് ഒന്നായിട്ട്. സുബ്ഹാനല്ലാഹ്. ശരിക്കും മന്ന സൽവനെ കുറിച്ച് ഒക്കെ ആലോചിക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ദഅവ നടത്തുന്ന ഫീൽഡിലുള്ള സ്ത്രീകൾ അല്ലെ, കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും കൂടുതൽ സമയം ഒരു ദിവസം നഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ ഒരു ദിവസം നമ്മൾ ചെലവഴിക്കുന്നത് ഭക്ഷണം ഉണ്ടാക്കുക, അതുമായിട്ട് ബന്ധപ്പെട്ട ക്ലീനിങ്, ഭക്ഷണം വിളമ്പുക, ഭക്ഷണം കഴിപ്പിക്കുക, ഭക്ഷണം അല്ലെ, അതുമായിട്ട്. അപ്പൊ നമുക്ക് മന്നയും സെൽവയൊക്കെ സുബ്ഹാനല്ലാഹ് ആകാശത്ത് നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഇറക്കി തരാണെങ്കിൽ ഒരു ദിവസം ഒരു 2-3 ക്ലാസ്സും കൂടെ നമുക്ക് എടുക്കാൻ പറ്റില്ലേ. കുറച്ച് ആൾക്കാരടുത്തും കൂടെ കൂടുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് സംസാരിക്കാനുള്ള സമയം ഉണ്ടാവുമായിരുന്നു. അപ്പം അത്രയും വലിയ ഒരു ബ്ലെസ്സിങ് ആണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൊടുത്തിട്ടുള്ളത്. ഒരുപാട് സമയം അവർക്ക് ലാഭമാണ് അല്ലെ. എന്തിനു വേണ്ടി അള്ളാഹു ഇത് ചെയ്തത്? അള്ളാഹു അവർക്ക് തർബിയ നടത്തുകയാണ്, ദീനിന്റെ അല്ലെ. ആ തർബിയയുടെ സമയമാണത്. അവർ ദീൻ പഠിക്കേണ്ട സമയം, ദീൻ പ്രാക്ടീസ് ചെയ്യേണ്ട സമയമാണത്. അതുകൊണ്ട് അള്ളാഹു ഈസി ആക്കി കൊടുക്കണം. ഭയങ്കര ഇമാജിൻ ചെയ്യാൻ പറ്റാവുന്നതിനേക്കാൾ അപ്പുറത്തെ ഒരു ഈസാണ് അല്ലെ. അത് നമുക്കൊന്നും ശരിക്കും ഒരു ഇമാജിനേഷനിൽ പോലും കൊണ്ടുവരാൻ പറ്റില്ല. ആകാശത്ത് നിന്ന് ഭക്ഷണം താഴോട്ട് വരുന്ന കാര്യം. സുബ്ഹാനല്ലാഹ്. അവർക്ക് ഹാർഡ് വർക്ക് ചെയ്യണ്ട അല്ലെ, ഷോപ്പുകളിൽ പോകണ്ട, ഷോപ്പിംഗ് ലിസ്റ്റ് ഗ്രോസറി ലിസ്റ്റ് ഉണ്ടാക്കണ്ട, അത് വാങ്ങാൻ വേണ്ടിയിട്ട് അധ്വാനിച്ച് പൈസ ഉണ്ടാക്കണ്ട. അവരുടെ മടിയിലേക്ക് ഫുഡ് വന്ന് വീഴുകയാണ്, വെള്ളം ഉറവകളായിട്ട് ഒഴുകുകയാണ്. സുബ്ഹാനല്ലാഹ്. മിറാക്കിൾ ഒന്നിനു മേലെ ഒന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അവരുടെ ജീവിതത്തിൽ അല്ലെ. സുബ്ഹാനല്ലാഹ്. പക്ഷെ എന്തിനോടെങ്കിലും അടിമപ്പെട്ട ഒരു മനുഷ്യന്റെ പ്രത്യേകത എന്ന് വെച്ചാല് അവനുള്ളിൽ നിന്ന് വീക്കായിരിക്കും. അവന് ആ ഒരു അടിമത്തത്തിന്റെ പിന്നാലെ ആയിരിക്കും. അവന് ജീവിതത്തിൽ ലക്ഷ്യം കാണാൻ പറ്റില്ല. ലക്ഷ്യം എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ദൂരം കാണണം, ഇന്ന സ്ഥലത്ത് എത്തണം എന്നുള്ള, അല്ലെങ്കിൽ ഇന്നതിനു വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് എന്നുള്ളത് അത്രയും ലോങ് സൈറ്റ് അവന് ഉണ്ടാവില്ല. അടിമത്തത്തിൽ പെട്ട ആൾക്കാർക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ അവരിങ്ങനെ അന്നത്തെ ദിവസം ഇന്നതിന്റെ പിന്നാലെ അത് ശരിയാക്കി പോകുന്നവരായിരിക്കും. അവരുടെ കാഴ്ച ഇങ്ങനെ ബ്ലേർഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ മങ്ങിയ കാഴ്ചയായിരിക്കും. അവർക്ക് കാര്യങ്ങൾ ശരിക്കും നേരെ കാണാൻ പറ്റൂല. അവരുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് അവർ ഉള്ളില് ഭയങ്കര വീക്ക് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അവർക്ക് ഒരു പരിധിനപ്പുറത്ത് ചിന്തിക്കാൻ പറ്റൂല. സുബ്ഹാനല്ലാഹ്. എപ്പോഴും ചെറുതായിട്ട് അവർക്ക് ചിന്തിക്കാൻ പറ്റും. വലിയ ചിന്തകൾ അവരുടെ ഉള്ളിലേക്ക് വരൂല. എന്ത് കാര്യങ്ങളും നമ്മൾ ജസ്റ്റ് നോക്കിയാൽ കാണുന്ന അത്രയും അവർക്ക് കാണാൻ പറ്റുള്ളൂ. അതിനപ്പുറത്തേക്ക് അവർക്ക് കാണാൻ പറ്റില്ല. അവർക്ക് ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ വേണ്ടി ഓടി എത്തണം എന്നുള്ള ആ ഒരു ചിന്ത അവർക്ക് ഒരിക്കലും ഉണ്ടാവില്ല. പക്ഷെ വളരെ വിഷമകരമാണെന്ന് പറയട്ടെ, നമ്മൾ എല്ലാവരുടെയും അല്ലെങ്കിൽ നമ്മളിൽ മിക്കവരുടെയും അവസ്ഥ ഏകദേശം ഇതൊക്കെ തന്നെയാണ്. സുബ്ഹാനല്ലാഹ്. എങ്ങനെയാണെന്ന് നമുക്ക് ഇന്നത്തെ ആയത്ത് വിശദീകരിക്കുമ്പോൾ കാണാം. 61ാമത്തെ ആയത്തിന്റെ ട്രാൻസ്ലേഷൻ നോക്കാം. വഇദ് ഖുൽതും യാ മൂസ ലൻ നസ്ബിറ فادع لنا ربك يخرج لنا مما تنبت الأرض من بقلها وقثائها وفومها وعدسها وبصلها. ഓ മൂസ, ഒരേ തരം ആഹാരവുമായി ക്ഷമിച്ചു കഴിയാൻ ഞങ്ങൾക്ക് സാധിക്കുകയില്ല. അതിനാൽ മണ്ണിൽ മുളച്ചുണ്ടാകുന്ന തരത്തിലുള്ള ചീര,
വെള്ളരി, ഗോതമ്പ്, പയറ്, ഉള്ളി മുതലായവ ഞങ്ങൾക്ക് ഉൽപ്പാദിച്ചു തരുവാൻ താങ്കൾ താങ്കളുടെ നാഥനോട് പ്രാർത്ഥിക്കുക എന്ന് നിങ്ങൾ പറഞ്ഞ സന്ദർഭവും ഓർക്കുക. ഖാല അതസ്തബ്ദിലൂന അല്ലദീ ഹുവ അദ്നാ ബില്ലദീ ഹുവ ഖൈർ ഇഹ്ബിതു മിസ്രം ഫഇന്ന ലക്കും മാ സഅൽതും. മൂസ അലൈഹിസ്സലാം പറഞ്ഞു, കൂടുതൽ ഉത്തമമായിട്ടുള്ളത് വിട്ട് തികച്ചും താണ തരത്തിലുള്ളതാണോ നിങ്ങൾ പകരം ആവശ്യപ്പെടുന്നത്? എന്നാൽ നിങ്ങൾ ഒരു പട്ടണത്തിൽ ചെന്നിറങ്ങിക്കൊള്ളൂ, നിങ്ങൾ ആവശ്യപ്പെടുന്നതെല്ലാം നിങ്ങൾക്ക് അവിടെ കിട്ടും. وضربت عليهم الذلة والمسكنة وباءوا بغضب من الله ذلك بأنهم كانوا يكفرون بآيات الله ويقتلون النبيين بغير الحق ذلك بما عصوا وكانوا يعتدون. ഇത്തരം ദുർവാശികൾ കാരണമായി അവരുടെ മേൽ നിന്ദ്യതയും പതിത്വവും ദാരിദ്ര്യവും അടിച്ചേൽപ്പിക്കപ്പെടുകയും അവർ അള്ളാഹുവിന്റെ കോപത്തിന് പാത്രമായി തീരുകയും ചെയ്തു. അവർ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുകയും പ്രവാചകന്മാരെ അന്യായമായി കൊലപ്പെടുത്തുകയും ചെയ്തതിന്റെ ഫലമായിട്ടാണത് സംഭവിച്ചത്. അവർ ധിക്കാരം കാണിക്കുകയും അതിക്രമം പ്രവർത്തിക്കുകയും ചെയ്തതിന്റെ ഫലമായിട്ടാണ് അത് സംഭവിച്ചത്. ഇൻഷാ അല്ലാഹ് നമുക്ക് വാക്കർത്ഥത്തിലേക്ക് പോവാം. കുറച്ചധികം ഉണ്ട് വാക്ക്, അർത്ഥം പെട്ടെന്ന് പറഞ്ഞു പോവാം. വഇദ് ഖുൽതും അല്ലെ, വഇദ് ഉസ്കുറു ഇദ്, അത് സംഭവിച്ച സന്ദർഭം നിങ്ങൾ ഓർക്കുക. ഖുൽതും, നിങ്ങൾ എല്ലാവരും പറഞ്ഞത്, അതായത് ബനി ഇസ്രായേലിന്റെ അടുത്ത് പറയാണ് അല്ലെ. യാ മൂസ, ഓ മൂസ. യാ എന്ന് പറയുന്നത് ഹർഫ് നിദാണ്, ഒരാളെ വിളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ്. ലൻ നസ്ബിർ, ലൻ എന്ന് വെച്ചാൽ ഒരിക്കലുമില്ല. നമ്മൾ ഇല്ല എന്നുള്ളതിന് പല വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. ലാ, ലെയ്സ, ലെസ്ത എന്നൊക്കെ ഉപയോഗിക്കാറുണ്ട്. മാ ചില സന്ദർഭങ്ങളിൽ നെഗറ്റീവ് ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ലൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇല്ല എന്നുള്ളത്, അതിൽ ഒരു എക്സ്ട്രാ സ്ട്രെസ് ഉള്ള, ഒരിക്കലും അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാൻ പോണില്ല എന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ് ലൻ. അപ്പം ഇത് പറയുമ്പോൾ തന്നെ അവരുടെ ഒരു അഹങ്കാരത്തിന്റെ ഊക്ക് കാണിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള വാക്കാണ്. നമ്മളിപ്പോഴും പറയാറുണ്ട്, ഖുർആനിലെ വാക്കുകളുടെ പ്രയോഗത്തിൽ പോലും എന്താ പറയാ, വല്ലാത്തൊരു ആഴം ഉണ്ടാവുന്നു അല്ലെ. അപ്പം ഞങ്ങൾ ഒരിക്കലും എന്താക്കൂല, ക്ഷമിക്കൂല, അല്ലെങ്കിൽ സഹിക്കൂല, ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയൂല. ബനി ഇസ്രായേൽ മൂസ അലൈഹി ഇസ്ലാമിന്റെ അടുത്ത് പറയാണ്. എന്തിന്റെ കാര്യത്തിലാണ്? അലാ ത്വആമിൻ, ഭക്ഷണത്തിന്റെ മേലെ, ഭക്ഷണത്തിന്റെ കാര്യത്തിൽ. വാഹിദ്, ഒരേ ഒരു ഭക്ഷണം. ഓക്കെ, അവർക്ക് ഒരേ ഒരു ഭക്ഷണമാണ് കിട്ടിയിട്ടുള്ളത്, അതിന്റെ കാര്യത്തിൽ അവർക്ക് സഹിക്കാൻ പറ്റൂല. ഫദഉ, അതുകൊണ്ട് ഫ പ്ലസ് ഉദഉ ആണ്, അതുകൊണ്ട് നീ പ്രാർത്ഥിക്ക്, നീ ദുആ ചെയ്യ. നമുക്കറിയാം ഈ ഫദഉവിന്റെ റൂട്ട് ദാല് ഐന് വാവ്. ദഅവ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. നമ്മൾ ഇൻവൈറ്റ് ചെയ്യാണ്, ക്ഷണിക്കുകയാണ്, വിളിക്കുകയാണ് ആളുകളെ അള്ളാഹുവിലേക്ക്, ദീനിലേക്ക്. ദുആ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അള്ളാഹുവിനോട് വിളിച്ച് പറയണം അല്ലെ. നമ്മൾ ദുആ ചെയ്യണം, നമ്മൾ കോൾ ഔട്ട് ചെയ്യണം അള്ളാഹുവിന്റെ അടുത്ത് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ. അപ്പം ഇതിന്റെ റൂട്ടില് ദാല് ഐന് വാവ് ഉണ്ട്. ഫദഉ എന്ന് കാണുമ്പോൾ നമുക്ക് അതിൽ വാവ് ഇല്ല എന്ന് തോന്നും, പക്ഷെ അത് ഓർത്ത് വെക്കാൻ വേണ്ടി ദഅവ എന്നുള്ള വാക്ക് ഓർത്താൽ മതി. അപ്പം വാവ് ഉണ്ടെന്നുള്ളത് ഓർമ്മ വരും. അപ്പം ഫദഉ, നീ ദുആ ചെയ്യ്, ലനാ, ഞങ്ങൾക്ക് വേണ്ടി. ലാ പ്ലസ് നാ, ഞങ്ങൾ. ഓക്കെ, ഞങ്ങൾക്ക് വേണ്ടി. റബ്ബക, നിന്റെ റബ്ബിനോട്. സുബ്ഹാനല്ലാഹ്. യുഖ്രിജ്, അവൻ ഉൽപ്പാദിപ്പിച്ച് തരട്ടെ. ഖാറ ജീം, അവൻ പുറത്തു കൊണ്ടുവന്ന് തരട്ടെ. ലന, ഞങ്ങൾക്ക്. മിമ്മ, ഏതൊന്നിൽ നിന്ന്. തുംബിതു, മുളപ്പിക്കുക, അതായത് ഭൂമിയിൽ നിന്ന് മുളച്ചു വരുന്നതിനാണ് തുംബിതു എന്ന് പറയുന്നത്. അൽ അർദ്, ഭൂമി. മിൻ ബഖലിഹ, മിൻ നിന്ന്, ബഖലിഹ ചീരയിൽ നിന്ന്. നമുക്ക് ഈ ഓരോ വാക്കുകളും ഇൻഷാ അല്ലാഹ് തഫ്സീറിൽ വിശദമായിട്ട് കാണാം. ഇപ്പൊ ജസ്റ്റ് അർത്ഥം പറഞ്ഞിട്ട് പോവാം. വഖിസാഇഹ, കക്കിരി അല്ലെങ്കിൽ വെള്ളരിയിൽ നിന്നും. വഫൂമിഹ, ഗോതമ്പ് അല്ലെങ്കിൽ വെളുത്തുള്ളിയിൽ നിന്നും. വഅദസിഹ, പരിപ്പുകൾ അല്ലെങ്കിൽ പയറിൽ നിന്നും. വബസലിഹ, അതിന്റെ ഉള്ളിയിൽ നിന്നും. ഖാല, അവൻ പറഞ്ഞു, ആര്? മൂസ അലൈഹി സ്വലാം പറഞ്ഞു, അതസ്തബ്ദിലൂന, നിങ്ങൾ പകരം ആവശ്യപ്പെടുകയാണോ? ഇവിടെ ആ എന്ന് പറയുന്നത് ഹംസത്തുൽ ഇസ്തിഫ്ഹാം, അതായത് ചോദ്യത്തിന്റെ ഹംസയാണത്. ആ ആണോ എന്ന് ചോദിക്കുന്ന ഹംസയാണത്. ത എന്ന് പറഞ്ഞാല് നീ, അവസാനം വാവ്നൂൻ വരുമ്പം നിങ്ങൾ, ത പ്ലസ് വാവ്നൂൻ വരുമ്പം നിങ്ങളായി അല്ലെ. ആ എന്ന് പറഞ്ഞാൽ ആണോ, ചോദ്യമാണ്. ത പറയുമ്പോൾ നീയാണ്, അവസാനം വാവ്നൂൻ, ത പ്ലസ് വാവ്നൂൻ വരുമ്പോൾ നിങ്ങളായി. സീൻ ത നമുക്കറിയാം അല്ലെ, എന്തെങ്കിലും ഒരു കാര്യം തേടുക, അന്വേഷിക്കുക, നമ്മളിതിനെ സ്ഥായീൻ എന്നൊക്കെ, അതുപോലെ കുറെ വാക്കുകൾ നമ്മൾ ഇതിനകം കണ്ടു കഴിഞ്ഞു. അപ്പം സീൻ ത എന്ന് പറഞ്ഞാൽ തേടുക, അന്വേഷിക്കുക. ബാക്കിയുള്ളത് എന്താണ്? അതസ്തബ്ദിലൂന എന്ന് പറയുമ്പോൾ ബാക്കി ഇനി ബാ, ദാൽ,
ലാമ മാത്രമേ ഉള്ളൂ അല്ലെ. ബദല യുബദ്ദിലു തബ്ദീൽ നമ്മൾ കഴിഞ്ഞതിന് മുന്നത്തെ ക്ലാസ്സിൽ കണ്ടിട്ടിരുന്നു. എന്തെങ്കിലും ഒരു കാര്യം ചേഞ്ച് ചെയ്യുക, മാറ്റുക എന്നുള്ള അർത്ഥം. അപ്പം ഇങ്ങനെ നമുക്ക് ഇൻഷാ അല്ലാഹ് ഈ ഒരു സ്പ്ലിറ്റിങ്, ഒരു വേർബ്, ഒരു ക്രിയയുള്ള വാക്കുകളുടെ സ്പ്ലിറ്റിങ് നമ്മൾ ഗ്രാമർ ടിപ്സ് ക്ലാസ്സിൽ അതിന്റെ അടുത്ത ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് നമുക്ക് ഇതൊന്ന് കാണാം. എങ്ങനെയാണ് നമുക്കിങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുക, അതിൽ നിന്ന് റൂട്ട് പാർട്ട് എങ്ങനെ എടുക്കാൻ പറ്റുക എന്നൊക്കെ. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് ഈ ഒരൊറ്റ വാക്കുകൊണ്ട് ഒരു കംപ്ലീറ്റ് സെന്റൻസ് ഇവിടെ ഉണ്ടാവണം അല്ലെ. അതസ്തബ്ദിലൂന എന്ന് പറയുന്ന ഒരു വാക്കാണ്, അതുകൊണ്ട് ഒരു ഫുൾ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ പകരം ആവശ്യപ്പെടുകയാണോ? ഇതാണ് അറബി ഭാഷയുടെ മാജിക്. സുബ്ഹാനല്ലാഹ്. അല്ലദി യാതൊന്ന്, ഹുവ അത്, അദ്ന അദ്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാല് താഴ്ന്നത്, ലോ ആയിട്ടുള്ളത്. ദാൽ നൂൻ വാവ് ദുനു എന്നുള്ള വാക്കിൽ നിന്നാണ് അദ്ന വന്നത്. ദുനിയ, നമ്മള് ദുനിയ എന്ന് പറയും അല്ലെ. ഈ ലോകത്തിന് ദുനിയായും ഇതേ റൂട്ടിൽ നിന്നാണ് വരുന്നത്. ദാൽ നൂൻ വാവ്. ദുനിയായും എന്താണ്? അദ്ന ആണ് അല്ലെ. അദ്നക്ക് രണ്ടർത്ഥങ്ങളാണ്. ഒന്ന് താഴ്ന്നത്, രണ്ട് അടുത്തുള്ളത്, കരീബ്, ഏറ്റവും അടുത്തുള്ളത് എന്നുള്ള അർത്ഥവുമാണ്. ദുനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് അടുത്തുള്ളതാണ് അല്ലെ. നമുക്ക് ഇമ്മീഡിയറ്റ് നമ്മളുടെ കാഴ്ചയിലുള്ളത്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് സന്തോഷവും കിട്ടുന്നത്, പെട്ടെന്ന് പ്രതിഫലം അല്ലെ. ദുനിയാവിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നത്, അതുകൊണ്ട് അത് അടുത്തുള്ളതാണ്. ആഖിറ എന്ന് പറയുന്നത് ഒരുപാട് ദൂരെയാണ് അല്ലെ, നമുക്ക് കാണാൻ പറ്റില്ല. ഫിസിക്കലിയും ഒരുപാട് ദൂരെയാണ്, സമയം വെച്ചിട്ടും നമുക്ക് കമ്പാരിറ്റീവ്ലി ദുനിയാവിനേക്കാളും ദൂരെയാണ്. പിന്നെ ആഖിറം എന്ന് പറയുന്നത് ഹൈറാണ് അല്ലെ. എന്താണ്? ഹൈ ആണ്, ലോ അല്ല. ദുന്യാവാണ് ലോ, താഴ്ന്നത് അല്ലെ. ഇനി ആഖിറത്തിന് അല്ലെങ്കിൽ സ്വർഗത്തിന്റെ ഭംഗി വെച്ച് നോക്കുമ്പം, സന്തോഷം വെച്ച് നോക്കുമ്പം, പെർഫെക്ഷൻ വെച്ച് നോക്കുമ്പം, എന്ത് കാര്യം നോക്കുമ്പോഴും ദുന്യാവ് എന്താണ്? ലോ ആണ് അല്ലെ, താഴ്ന്നതാണ്. അപ്പം ദുന്യ, അദ്ന ഇതൊക്കെ ഒരേ റൂട്ടിൽ നിന്ന് വരുന്നതാണ്. ദാൽ നൂൻ വാവ് ലോലി, അല്ലെങ്കിൽ താഴ്ന്ന തരത്തിലുള്ളത്, അല്ലെങ്കിൽ അടുത്തുള്ളത് എന്നുള്ള അർത്ഥം. ബില്ലതി യാതൊന്നിന് പകരം, അതായത് എന്തോ ഒരു കാര്യത്തിന് പകരം നിങ്ങൾ വേറൊന്ന് ചോദിക്കപ്പെടാം അല്ലെ. താഴ്ന്ന ഒരു കാര്യം ചോദിക്കുകയാണോ? ഹുവ അത്, ഹുവ ഖൈർ ബെറ്റർ ആയിട്ടുള്ളത്, അതായത് നല്ലതിന് പകരം നിങ്ങൾ താഴ്ന്നത് ചോദിക്കുകയാണോ അല്ലെ. സുബ്ഹാനല്ലാഹ്. ഇഹ്ബിതു നിങ്ങൾ പ്രവേശിക്കുന്നാണ് പറഞ്ഞിട്ടുള്ളത്, പക്ഷെ നിങ്ങൾ ഇറങ്ങി പോകൂ അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് പോകൂ, താഴോട്ട് ഇറങ്ങും. നമ്മൾ ഇഹ്ബിതു മുന്നേ കണ്ടിട്ടുണ്ട് അല്ലെ. മിസ്രൻ ഏതെങ്കിലും ഒരു പട്ടണത്തിൽ. ഫ ഇന്ന അപ്പോൾ നിശ്ചയമായും, അല്ലെങ്കിൽ എന്നാൽ നിശ്ചയമായും, ലക്കും ലാ പ്ലസ് കും നിങ്ങൾക്ക് ഉണ്ട്, കും നിങ്ങൾ എല്ലാവരും, ലാ ഖ് എന്നുള്ള അർത്ഥത്തില്. മാ യാതൊന്ന്, സഅൽതും സഅല സീൻ ഹംസല, നമ്മള് സവാൽ ക്വസ്റ്റ്യൻ അല്ലെ, സഅല. അല്ലെങ്കിൽ നമ്മുടെ ദുആകളിലൊക്കെ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ദുആകളുണ്ട് അല്ലെ, അല്ലാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുന്നു. അപ്പൊ സഅൽതും എന്ന് പറഞ്ഞാല് നിങ്ങൾ ചോദിച്ചത്, നിങ്ങൾ ചോദിക്കുന്നത്. സഅൽതും നിങ്ങൾ ചോദിക്കുന്നത്, അതായത് നിങ്ങൾ ഏതെങ്കിലും ഒരു പട്ടണത്തിലേക്ക് പോകും, അവിടെ നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഉണ്ടാകുന്ന. ദുലിബത്ത് എന്ന് പറഞ്ഞാല് ഇവിടെ നിശ്ചയിക്കപ്പെടുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്, അടിച്ചേൽപ്പിക്കപ്പെടുക എന്ന് അർത്ഥം. ഓക്കെ. ദറബ എന്ന് പറഞ്ഞാൽ അടിക്കുക, നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട് ആ വാക്ക്. അലൈഹിം അവരുടെ മേൽ, ദില്ല എന്ന് പറഞ്ഞാല് നിന്ദ്യത, ദലീൽ എന്ന് വെച്ചാല് നിന്ദിക്കപ്പെട്ടത്. വൽ മസ്കന, ഇവിടെ സീൻ കാഫ് നൂൻ, ഇത് നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ട്. സുക്കൂൻ, മസ്കൻ, മിസ്കീൻ ഒക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ് അല്ലെ. സുക്കൂൻ അല്ലെങ്കിൽ സീൻ കാഫ് നൂനിൽ നിന്ന് വരുന്ന വാക്ക് വെച്ചാൽ സ്റ്റോപ്പ് ചെയ്യുക, നിന്നു പോവാ. നമ്മൾ മിസ്കീൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ദാരിദ്ര്യം, അവന്റെ ആവശ്യങ്ങൾ നിറവേറാനുള്ള വസ്തുക്കൾ ഇല്ലാത്തത് കൊണ്ട് അവന്റെ ജീവിതം സ്റ്റില്ലായി പോവാ, മുന്നോട്ട് പോവാൻ പറ്റാതെ ആയി പോവാ എന്നുള്ള അർത്ഥമാണ്. വബാഉ അവൻ മടങ്ങുകയും ചെയ്തു. ബാ വാവ് അലിഫ്. ഓക്കെ. വബാഉ അവൻ മടങ്ങുകയും ചെയ്തു, അവർ മടങ്ങുകയും ചെയ്തു. അവസാനം വാവ് അലിഫ് ഉള്ളത് കൊണ്ടാണ് അവർ ആയത്. ബി ഗദബിൻ കോപം കൊണ്ട്, ഗദബ് കോപം. മിൻ അല്ലാഹ് അള്ളാഹുവിൽ നിന്ന്. ദാലിക അത്. ബി അന്നഹും കാനു ബി കൊണ്ട്, അന്ന നിശ്ചയമായും, ഹും അവർ, കാനു ആയിരുന്നത്. അപ്പം അവർ നിശ്ചയമായും ആയിരുന്നത് കൊണ്ട്. യക്ഫുറൂന അവർ നിഷേധിച്ചു, അവർ കുഫ്ർ ചെയ്തു. ബി ആയാത്തില്ലാഹി അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ആയത്തുകളെ, ദൃഷ്ടാന്തങ്ങളെ. വയഖ്തുലൂന അവർ കൊല്ലുകയും ചെയ്തു. ഖാഫ് താ ലാം ഖതൽ. അന്നബിയീന പ്രവാചകന്മാരെ. നബിയന്റെ പ്ലൂറലാണ് നബിയൂന അല്ലെങ്കിൽ നബിയീന. നബ എന്ന് പറഞ്ഞാല് നൂൻ ബ ഹംസ, നബ എന്ന് പറഞ്ഞാല് എന്താണ്? ഒരു
സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വാർത്ത അല്ലെ. നമ്മൾ സൂറത്തു നബ അറിയാം, അമ്മ യതസാഅലൂൻ അനിൻ നബഇൽ അദീം. അപ്പൊ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ആയിട്ട് വാർത്ത അറിയിക്കുന്നവരാണ് ആര്? നബി. ഓക്കെ, നബീന്റെ പ്ലൂറലാണ് നബിയൂന. ബിഗൈരിൽ ഹഖ്, ഹക്ക് കൂടാതെ, ന്യായം കൂടാതെ, സത്യം കൂടാതെ നബിമാരെ കൊല്ലാൻ ശ്രമിച്ചവരും ആണ്, കൊന്നവരുമാണ് അവര്. ദാലിക അത്, ബിമാ അസൗ, ബിമാ ഏതൊന്നുകൊണ്ട്, അസൗ എന്ത്? അനുസരണക്കേട്. അപ്പൊ അവർ അനുസരണക്കേട് കാണിച്ചത് കൊണ്ട്, വക്കാനു അവർ ആയിരുന്നു, യഅ്തദൂൻ അതിര് കവിയുന്നവർ. യഅ്തദൂൻ റൂട്ട് ഐൻ ദാൽ വാവ് അദു. അദു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ശത്രു എന്നല്ലേ. ഖുർആനിൽ പല ഫോമിൽ വരുന്ന ഒരു റൂട്ടാണത്. ഷെയ്ത്താനെ കുറിച്ച് പലപ്പോഴും പറയാറുണ്ട് അദുവും മുബീൻ, വ്യക്തമായ ശത്രുവാണ് അല്ലെ. യഅ്തദു എന്ന് പറഞ്ഞാല് ഒരു ശത്രു അവന്റെ ആ ഒരു ശത്രുതയില്, വെറുപ്പ് കാരണം അവൻ എല്ലാ അതിരുകളും ലംഘിക്കും അല്ലെ. അവൻ ശത്രുത കാരണം അല്ലെങ്കിൽ വെറുപ്പ് കാരണം പകരം എന്തെങ്കിലും ചെയ്യുമ്പോൾ, ഒരാൾക്കെതിരെ എന്തെങ്കിലും ചെയ്യുമ്പോൾ അവൻ അതിരുകൾ ലംഘിക്കും. അപ്പം യഅ്തദു എന്ന് പറഞ്ഞാല് എന്താണ്? അതിരുകൾ ലംഘിക്കുന്നവർ, അതിരുകൾ ലംഘിച്ചു. ഉദ്വാൻ എന്ന് പറഞ്ഞാല് അതിര് ലംഘിക്കുന്നവർ. ഓക്കെ, അപ്പൊ നമുക്ക് തഫ്സീറിലേക്ക് പോവാം. വഇദ് കുൽത്തും, നിങ്ങൾ ഓർക്കുക, എന്താണ് ആ സന്ദർഭം ഓർക്കുക. കുൽത്തും നിങ്ങൾ പറഞ്ഞ. ഓക്കെ, ആരോട് പറഞ്ഞ കാര്യമാണ്? യാ മൂസ, ഓ മൂസ. ഇവിടെ ആര് പറഞ്ഞു എന്നാ പറഞ്ഞത്? ബനി ഇസ്രായേൽ അല്ലെ. അപ്പം നിങ്ങൾ മൂസയോട് പറഞ്ഞ സന്ദർഭം ഓർക്കുക. യാ മൂസ ലൻ നസ്ബിർ, നസ്ബിർ സ്വാദ് ബറ, സബർ നമ്മൾ മുമ്പേ കണ്ടിട്ടുണ്ട്, ക്ഷമ അല്ലെ. ഞങ്ങൾ ഒരിക്കലും ക്ഷമയുള്ളവരായിരിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ക്ഷമിക്കൂല, സഹിക്കൂല. എന്തിനെ കുറിച്ച്? അല എന്തോ ഒരു കാര്യത്തിനെ കുറിച്ച് പറയണല്ലേ. ത്വആമിൻ, ആ ഭക്ഷണത്തിന്റെ മേൽ, വാഹിദിൻ ഒരേ ഒരു ഭക്ഷണം. അപ്പൊ ഒരേ ഒരു ഭക്ഷണത്തിന്റെ കാര്യത്തില് ഞങ്ങൾ ഒരിക്കലും ക്ഷമിക്കൂല, ഞങ്ങൾക്കത് സഹിക്കാനേ പറ്റൂല. ത്വആം, ത്വഐൻ മീം, ത്വആം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭക്ഷണം, അത് സോളിഡ് ആയിട്ടുള്ളതും ലിക്വിഡ് ആയിട്ടുള്ളതുമായിട്ടുള്ള ഭക്ഷണങ്ങൾക്ക് ത്വആം എന്ന് പറയും. അപ്പം ഞങ്ങൾ ഒരൊറ്റ ടൈപ്പ് ഭക്ഷണത്തിന്റെ മേലെ ഞങ്ങൾക്ക് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റൂല. അവരിവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? അവർക്ക് കൊടുത്ത മന്നും സൽവയും അല്ലെ, മന്നും സൽവയും അവർക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവര് പറയാണ് ഫദഉ, നീ ദുആ ചെയ്യേ. ദാൽ ഐൻ വാവ്, ദഅ എന്ന് പറഞ്ഞാല് വിളിക്കുക. അപ്പം നീ എന്താക്കുക? ലന, ഞങ്ങൾക്ക് വേണ്ടി നീ ദുആ ചെയ്യ്. ആരോട്? റബ്ബക്ക, നിന്റെ റബ്ബിനോട്. മൂസ അലൈഹി ഇസ്ലാമിന്റെ അടുത്ത് ബനി ഇസ്രായേൽ പറയാണ് അല്ലെ, ഞങ്ങൾക്ക് ഈ ഒരൊറ്റ ടൈപ്പ് ഭക്ഷണം കൊണ്ട് ക്ഷമിക്കാനേ പറ്റൂല, സഹിക്കാനേ പറ്റൂല. അതുകൊണ്ട് നീ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യ്. എന്താണ് ദുആ ചെയ്യേണ്ടത്? യുഖ്രിജ് ലന, യുഖ്രിജ് ലന എന്ന് പറഞ്ഞാല് യുഖ്രിജ് ഖറജീം, ഖറജ യഖ്റുജു, ഖറജ യഖ്റുജു എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് വരിക, അഖ്റജ യുഖ്രിജു എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി പുറത്തേക്ക് കൊണ്ടുവരാ. യുഖ്രിജു ലന എന്താണ്? മിമ്മ, യാതൊന്ന്, തുമ്പിത്തുൽ അർദ്, ഭൂമിയിൽ വളരുന്ന സാധനങ്ങൾ അല്ലെ, ഭൂമിയിൽ മുളയ്ക്കുന്ന സാധനങ്ങൾ, ഭൂമിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്ന സാധനങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി നീ കൊണ്ടുവരാൻ വേണ്ടി ദുആ ചെയ്യ. തുമ്പിത്ത് നൂൻ ബാത്ത്, നബാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാ രീതിയിലുള്ള ചെടികൾക്ക്, പ്ലാന്റുകൾക്ക് യൂസ് ചെയ്യുന്ന വാക്കാണ് നബാത്ത്. അൻപത്തെ യുംബിത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തെങ്കിലും ഒരു കാര്യം ഗ്രോ ചെയ്യുക, അല്ലെങ്കിൽ വളരുക, അല്ലെങ്കിൽ മുളച്ചിട്ട് വളരുക എന്നൊക്കെയുള്ള അർത്ഥമാണ് അമ്പത്ത യുംബിത്തു. അപ്പം ഭൂമിയിൽ നിന്ന് പുറത്തു വരുന്ന കാര്യങ്ങൾ നീ ഞങ്ങൾക്ക് വേണ്ടി ചോദിക്കുക. ഞങ്ങൾക്ക് ഈ ഒരു ടൈപ്പ് ഫുഡുമായിട്ട് തീരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂല, ഞങ്ങൾക്ക് കൂടുതൽ വെറൈറ്റീസ് വേണം. അപ്പൊ നീ നിന്റെ റബ്ബിന്റെ അടുത്ത് പറ. മിമ്മ തുമ്പിത്തുൽ അർദ് അല്ലെ, എന്തൊക്കെയാണ് ഭൂമിയിൽ നിന്ന് വളരുന്നത്? അവരൊരു ഫുൾ ലിസ്റ്റ് തന്നെ കൊടുക്കുകയാണ് അല്ലെ. മിം ബഖലിഹ വകിസാഇഹ വഫൂമിഹ വഅദസിഹ വബസലിഹ. നിങ്ങൾക്ക് ഈ പറഞ്ഞ എല്ലാ സാധനവും വേണം അല്ലെ, ഒരു ഫുൾ ലിസ്റ്റ് ആണ്. ബഖൽ, ബഖൽ ബ ഖാഫ് ലാം. ബഖൽ എന്ന് പറയുന്നത് ലീഫ് ഗ്രീൻസ് എന്ന് പറയും. അതായത് ആ ചെടികള് ഉണ്ടാവുന്നത് തണ്ടും ഇലയോടും കൂടി തന്നെ ആയിരിക്കും. അത് മുഴുവനും കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും. അതായത് നമ്മള് ഈ കസ് എന്നൊക്കെ പറയുന്നില്ലേ, സാലഡിൽ യൂസ് ചെയ്യുന്ന കസ്, ലെറ്റൂസ്, ക്യാബേജ്, ഇനി ഈവൻ ചീരകൾ തന്നെയുണ്ട്. ചീരകൾ ചീരന്റെ തണ്ടും നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണല്ലോ അല്ലെ. അപ്പൊ അതുപോലെ തണ്ടും ഇലയും ആയിട്ട് തന്നെ ഉണ്ടാവുന്ന, അത് മൊത്തത്തിൽ കഴിക്കാൻ പറ്റുന്ന ടൈപ്പ്
ഫുഡുകൾക്കാണ് ബക്കൽ എന്ന് പറയുന്നത്. അതിങ്ങനെ ഒരു തക്കാളിയൊക്കെ ഉണ്ടാവുന്ന പോലെ ഒരു തണ്ട് ഉണ്ടായി, അതിന്റെ മുകളിൽ ബ്രാഞ്ച് ഉണ്ടായി, ആ ബ്രാഞ്ചിന്റെ മുകളിൽ തൂങ്ങി നിൽക്കുന്ന പോലെ ഉണ്ടാവുന്ന സാധനമല്ല. പകരം മൊത്തത്തിൽ ആ തണ്ടും ലീഫും ആണ് ആ ചെടി, അത് മൊത്തത്തിൽ കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഗ്രീൻസ് ആണ് എന്ത് ബക്കൽ എന്ന് പറയുന്നത്. ലീഫ് ഗ്രീൻസ് അല്ലെങ്കിൽ ഗ്രീൻ വെജിറ്റബിൾസ് ഫുള്ളായിട്ട് കഴിക്കാൻ പറ്റുന്ന. അപ്പം എക്സാമ്പിൾസ് ഓർത്ത് വെച്ചാൽ മതി. ക്യാബേജ്, കസ്, ലെറ്റൂസ് ഒക്കെ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ അതാണ് എന്ത് ബക്കൽ എന്ന് പറയുന്നത്. അപ്പം ബക്കൽ പറഞ്ഞു. അടുത്തത് കിസ്സ ഇഹ. കിസ്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ചവയ്ക്കുമ്പം അത് നല്ല ജ്യൂസി ആയിട്ടുള്ള, അതായത് അതിൻ്റെ ഉള്ളിൽ നല്ല വാട്ടർ കണ്ടന്റ് ഉള്ള ഒരു ഫുഡ്. പ്ലസ് അത് ചവയ്ക്കുമ്പം കറുമുറ സൗണ്ടും വരും, ഒരു ക്രഞ്ചി സൗണ്ടും വരും. അതിനകത്ത് നല്ല വാട്ടർ കണ്ടന്റും ഉണ്ടാവും, നല്ല ക്രഞ്ചി സൗണ്ടും വരും. അപ്പം അതുകൊണ്ട് തന്നെ കക്കിരിക്ക് യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ് പിസ്സ. ഇനി നമ്മുടെ വാട്ടർമെലണിലെ തണ്ണിമത്തന്, വത്തക്ക എന്ന് പറയുന്ന അല്ലെ, അപ്പം അതിനൊക്കെ നമ്മൾ ഈ ടൈപ്പ് ഫുഡുകൾക്കാണ് പിസ്സ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ക്യുക്കുംബറിന് അല്ലെങ്കിൽ കക്കിരിക്ക് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് കിസ്സ എന്ന് പറയുന്നത്. വഫൂമിഹ. ഫൂം എന്ന് പറഞ്ഞാല് സൂം നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. തൂം, നമ്മള് എന്താ പറയാ ഗാർലിക് പേസ്റ്റിന് തൂം എന്ന് പറയാറില്ലേ. അപ്പം അതേ വാക്ക് തന്നെയാണ് ഫൂം, ഗാർലിക്, വെളുത്തുള്ളി. അതുപോലെ തന്നെ വേറെ ചില പണ്ഡിതന്മാര് ഗോതമ്പിനും ഫൂം എന്ന് പറയപ്പെടുന്നുണ്ട്. അതായത് ബ്രെഡ് ഒക്കെ ബേക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഗോതമ്പിനും ഫൂം എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതൊന്നെങ്കിൽ വെളുത്തുള്ളി അല്ലെങ്കിൽ ഗോതമ്പ്. ചുരുക്കി പറയുകയാണെങ്കിൽ നമുക്ക് ബ്രെഡ് പോലെയുള്ള അല്ലെ, റൊട്ടി പോലെയുള്ള, നമ്മളെ സംബന്ധിച്ചിടത്തോളം പത്തിരി പോലെയുള്ള സാധനങ്ങളും വേണം നമുക്ക്, അല്ലെങ്കിൽ വെളുത്തുള്ളി വേണം എന്ന് പറയാണ്. അപ്പം അവർക്ക് ലീഫി വെജിറ്റബിൾസ്, ഗ്രീൻ ലീഫ് വെജിറ്റബിൾസ് വേണം, ക്യുക്കംബർ പോലെ, കക്കിരി പോലെയുള്ള സംഭവങ്ങൾ വേണം, വെളുത്തുള്ളി വേണം, ബ്രെഡ് വേണം അല്ലെ, അല്ലെങ്കിൽ ഗോതമ്പ് വേണം. അദസിഹ. അദസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലെന്റിൽസ്, പയറ് അല്ലെങ്കിൽ പരിപ്പ് പോലെയുള്ള സാധനങ്ങൾ. ശരിക്കും പറയുകയാണെങ്കിൽ അദസ് എന്നുള്ള വാക്ക് അറബി ഭാഷയിൽ ലെൻസിന് യൂസ് ചെയ്യുന്നതാ. നമ്മുടെ കണ്ണിന്റെയൊക്കെ ലെൻസ്, അതായത് കോണ്ടാക്ട് ലെൻസ് യൂസ് ചെയ്യുന്നവർക്ക് അതിന്റെ ഷേപ്പ് അറിയാം അല്ലെ. ഒരു ചെറിയൊരു കോൺകേവ് പോലെ ഒരു ചെറിയൊരു ബൾജിങ് ഉണ്ടാവും, ഒരു കുഞ്ഞി റൗണ്ട് ആയിരിക്കും. നമ്മൾ ഈ പരിപ്പുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പം തൂവരപ്പരിപ്പ് പോലെയുള്ള പരിപ്പൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം അതിന്റെ ഷേപ്പും അങ്ങനെ തന്നെ അല്ലെ, ഒരു കോൺകേവ് കുഞ്ഞി റൗണ്ട്, ഒരു സൈഡ് മാത്രം ഇത്തിരി ബൾജിങ് ആയിട്ടുള്ളത്. അപ്പം ഈ ഒരു ഷേപ്പിന്റെ സിമിലാരിറ്റി കാരണമാണ് അദസ് എന്ന് അവർ ലെൻസിന് യൂസ് ചെയ്യുന്ന വാക്ക് ഇതുപോലെയുള്ള പരിപ്പുകൾക്ക് കൊടുക്കാൻ കാരണം. അപ്പൊ അദസ് എന്ന് പറഞ്ഞാൽ പരിപ്പുകൾക്ക്, പയറുകൾക്കൊക്കെ ഉപയോഗിക്കപ്പെടുന്നതാണ് പറയുന്നത്. ബസ്വലിഹ. ബസ്വൽ എന്ന് പറഞ്ഞാൽ ഉള്ളി. അപ്പൊ നമുക്ക് കുറെ സാധനങ്ങൾ വേണം, നമുക്ക് കുറെ വെറൈറ്റി സാധനങ്ങൾ വേണം. സുബ്ഹാനല്ലാഹ്, അവരുപയോഗിച്ച വാക്ക് അല്ലേ, വാഹിദ്. ഞങ്ങൾ ഒരിക്കലും ഒരു ടൈപ്പ് ഫുഡ് കൊണ്ട് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യൂല, ഞങ്ങൾക്ക് അത് ക്ഷമിക്കാൻ പറ്റൂല. സുബ്ഹാനല്ലാഹ്. ശരിക്കും അവർക്ക് ഒരു ടൈപ്പ് ഫുഡാണോ കൊടുത്തത് അല്ലെ? മന്നയും സെൽവയാണ് അവർക്ക് കൊടുത്തത്. പക്ഷെ അതും അത്രയും സുപ്പീരിയർ ആയിട്ടുള്ള ഫുഡാണ് അവർക്ക് കൊടുത്തത്, അത്രയും ശ്രേഷ്ഠമായിട്ടുള്ള ഫുഡാണ് കൊടുത്തത്. പക്ഷെ ഒരാൾ നെഗറ്റീവ് ചിന്തിക്കാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ അയാൾ ഇനി എത്ര അധികം ഉണ്ടെങ്കിലും അത് കുറച്ചായിട്ടേ കാണുള്ളൂ. എത്ര കൊടുത്തിട്ടുണ്ടെങ്കിലും, എത്ര റഹ്മത്ത് ഉണ്ടെങ്കിലും ഒന്നും ഇല്ലാന്നേ അവർക്ക് തോന്നുള്ളൂ. ഏറ്റവും ബെസ്റ്റ് ഉണ്ടെങ്കിൽ പോലും ആ ബെസ്റ്റിനെയും അവന് ഇഷ്ടക്കേട്, അല്ലെങ്കിൽ എനിക്ക് അതായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നായിരുന്നു, എനിക്ക് ഉള്ളതൊക്കെ ഇങ്ങനെ ആയിപ്പോയി, അല്ലെങ്കിൽ എനിക്ക് ഇതേ ഉള്ളൂ, എനിക്ക് അവർക്ക് കൊടുത്തതുണ്ടെങ്കിൽ, ഇവർക്ക് കൊടുത്തതുണ്ടെങ്കിൽ അല്ലേ, അത് എന്ത് കാര്യത്തിനെ കുറിച്ചാണെങ്കിലും അവന് ഉള്ളതിനെ കുറിച്ച് തൃപ്തി ഉണ്ടാവില്ല. നെഗറ്റീവ് ചിന്തിക്കുന്നവരെ കുറിച്ച്. ശരിക്കും മന്നയും സെൽവയും കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് ശരിക്കും ഒരു കംപ്ലീറ്റ് മീലാണ് അല്ലെ. അതിനകത്ത് ഒരു സൽവ എന്ന് പറയുന്നത് ഒരു മെയിൻ കോഴ്സ് ആണ്, ഒരു മെയിൻ കോഴ്സ് ഫുഡ് തന്നെയാണ്, ഒരു നോൺ വെജ് ആണ്. അതിന് സൈഡായിട്ട് ഒരു ഡെസേർട്ടും ഉണ്ട്. അതും അവർക്ക് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരാണ്, ആകാശത്ത് നിന്ന് ഇറങ്ങി വരാണ്. പൈസ കൊടുക്കണ്ട, സർവീസ് ചാർജ് കൊടുക്കണ്ട, അവര് ചോദിക്കണ്ട. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കാരുണ്യത്തിൽ നിന്ന് കുക്ക്ഡ് ആയിട്ട് വരണം. അവരിനി ഭക്ഷണം ഉണ്ടാക്കാൻ പോലും പോണ്ട ഈ കാര്യത്തിൽ അല്ലേ. ഇനി ചൂടാക്കി എടുക്കണ്ട, ഓവണിൽ വെച്ച് ചൂടാക്കുകയും വേണ്ട. അവരെ മുമ്പിൽ അവർക്ക് കഴിക്കാൻ വേണ്ടി റെഡി ആയിട്ട് അവരെ മുമ്പിലേക്ക് വന്ന് വീഴാണ് അങ്ങേയറ്റം ന്യൂട്രീഷ്യസ് ഫുഡ്. ശരീരത്തിന് എന്ത് വേണോ അതൊക്കെയുള്ള ഫുഡുമാണ്. സുബ്ഹാനല്ലാഹ്. പക്ഷേ നമുക്കറിയാം അവര് അടിമകളായിരുന്നു അല്ലെ, അടിമത്തത്തിൽ ജീവിച്ചതായിരുന്നു. അവർക്കിത് അതിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ പറ്റില്ല. മാത്രമല്ല ഇവർ ഈ അടിമത്തത്തിൽ ജീവിച്ച കാലമായത് കാരണം അവർക്ക് മര്യാദയ്ക്ക് ഭക്ഷണം ഉണ്ടായിരുന്നില്ല അല്ലെ. അള്ളാഹു സുബ്ഹാനഹു തആല അവർക്ക് ആ ഒരു അവരുടെ ന്യൂട്രീഷ്യൻസും കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു കൊടുത്ത സ്പെഷ്യൽ ബ്ലെസ്സിങ് ആയിരുന്നത്. അവർക്ക് വളരെ ഈസി ആയിട്ട് കിട്ടുന്ന പോലെ, ഈ ലോകത്ത് വേറെ ഒരാൾക്കും കിട്ടിയിട്ടില്ലാത്ത പോലെ. പക്ഷെ അവര് പറഞ്ഞു നമുക്കിത് വേണ്ട,
നമുക്ക് ഇതിന്റെ മുകളിൽ ക്ഷമ കാണിക്കാൻ പറ്റൂല, ഞങ്ങൾക്ക് ഭൂമിയിൽ നിന്ന് വളരുന്നത് വേണം, നമുക്ക് ആകാശത്തു നിന്ന് വരുന്ന സാധനമൊന്നും വേണ്ട. എന്നിട്ട് അവരൊരു ഫുൾ ലിസ്റ്റ് കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള, ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള സ്വർഗത്തുനിന്ന് വരുന്ന, അവരത് സേവ് ചെയ്ത് വെക്കുക പോലും വേണ്ട അല്ലെ, അപ്പം അവർക്ക് വരികയാണ്. സുബ്ഹാനല്ലാഹ്, നമുക്കൊക്കെ അത് കിട്ടുകയാണെങ്കിൽ അൽഹംദുലില്ലാ, എന്ത് സുഖമായിരുന്നു അല്ലെ. സുബ്ഹാനല്ലാഹ്. പക്ഷെ ഇവരുടെ മനസ്സ് വളരെ കുടുങ്ങിയ മനസ്സാണ്, അവരുടെ ചിന്തകളും അതേപോലെ കുടുങ്ങിയതാണ്. അവർക്ക് ഇത്രയും വലിയൊരു അനുഗ്രഹം ഒക്കെ ഒന്ന് തന്നപ്പോ അത്രയും വലുത് ചിന്തിക്കാനുള്ള കഴിവ് അവർക്കില്ല. ഈ സാധനം തന്നെ പിന്നെയും പിന്നെയും കഴിക്കണമല്ലോ എന്നുള്ള ചിന്തയാണ് അവരിലേക്ക് പോയത്. സുബ്ഹാനല്ലാഹ്. ശരിക്കും ഒരാള് ഒരു മിഷൻ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ, ഒരു ഡ്യൂട്ടി, ഒരു ഉദ്ദേശം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അയാള് ഫുഡിനെ കുറിച്ചൊന്നും ശരിക്കും ബോധേഡ് ആവുകയില്ല അല്ലെ. നമ്മളൊരു കാര്യം ഏറ്റെടുത്തു കഴിഞ്ഞാൽ, അപ്പം നമ്മൾ സ്ത്രീകളെ കുറിച്ച് ആലോചിക്കുമ്പോൾ വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ട്, ഒരു സൽക്കാരം അല്ലെങ്കിൽ ഒരു വിരുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മക്കളെ കല്യാണം ഉണ്ട്, ചിലപ്പോൾ നമ്മൾ ഭക്ഷണം തന്നെ കഴിക്കാൻ മറന്നു അല്ലെ. എങ്ങനെയെങ്കിലും അത് ഇങ്ങനെ ഭംഗിയായിട്ട് തീർത്താൽ മതി. നമ്മൾ എത്ര ഓടും, എത്ര സംസാരിക്കും, എത്ര ഉറക്കൊഴിയും, എത്ര പലഹാരങ്ങൾ എത്ര ഉണ്ടാക്കും, എത്ര ആളുകളോട് സംസാരിക്കും, ചിലപ്പോൾ നമുക്ക് നമ്മളെ ഭക്ഷണം കഴിക്കുന്ന കാര്യം തന്നെ മറന്നു പോയിട്ടുണ്ടാകും. നമ്മൾ ആ ഒരു മിഷനിലാണ് അല്ലെ. ആ മിഷൻ കംപ്ലീറ്റ് ചെയ്താലേ നമുക്ക് സമാധാനം ഉണ്ടാവുള്ളൂ. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു തആല ഇവരെ ഒരു മിഷന് വേണ്ടി തെരഞ്ഞെടുത്തതാണ്. ബനി ഇസ്രായേൽ അല്ലെ, ഈജിപ്തിൽ അവരെ ആകെ നഷ്ടക്കാരായിട്ട് ജീവിച്ചുകൊണ്ടിരുന്നായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു തആല അവരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് അവരൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് സ്ഥാപിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് അവർക്ക് പഠിക്കാൻ അവസരം കൊടുക്കണം. എല്ലാവരും അവനവന്റെ ജീവിതത്തിലേക്ക് നോക്കുക. നമ്മളൊക്കെ ലോസ്റ്റ് ആയിട്ടുള്ള ഒരു സമയം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവും. എന്താന്ന് അറിയാണ്ട് തിരിഞ്ഞ് നടന്ന, അല്ലെങ്കിൽ കറങ്ങി തിരിഞ്ഞ് എന്തൊക്കെയോ ചെയ്ത് നടന്ന, എന്നാൽ അള്ളാഹു സുബ്ഹാനഹു തആല അവസരം തരുകയാണ് അല്ലെ. പ്രശ്നമാക്കണ്ട, നിങ്ങളെ ഞാൻ പഠിപ്പിക്കാം എന്ന് പറഞ്ഞിട്ട്. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് അള്ളാഹു പലപ്പോഴും പല ഡിസ്ട്രാക്ഷൻസും നമ്മളിൽ നിന്ന് മാറ്റും. അതുവരെ നമ്മൾ ആ പ്രയാസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നപ്പോ നമുക്ക് ഉണ്ടായിരുന്ന ജീവിതത്തിൽ ഉണ്ടായിരുന്ന പല പ്രയാസങ്ങളും ഉണ്ടാവും. അതൊക്കെ അള്ളാഹു ഒന്നൊന്നായിട്ട് നമുക്ക് മാറ്റിയിട്ട് നമുക്ക് സൗകര്യം ഒരുക്കി തരും. എന്തിനു വേണ്ടി? ഫോക്കസ് ചെയ്യാൻ വേണ്ടി. സുബ്ഹാനല്ലാഹ്. ഇവിടെ ബനി ഇസ്രായേലിന് അള്ളാഹു സുബ്ഹാനഹു തആല ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ എല്ലാ പ്രയാസങ്ങളും, അടിമത്തത്തിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കി അവർക്ക് ഭക്ഷണം കൊടുത്ത്, അവർക്ക് തണൽ കൊടുത്ത്, അവർക്ക് വെള്ളം കൊടുത്ത്, എന്തിനാണ്? അവര് തൗറാത്തില് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടിയിട്ട്, അവരുടെ പ്രവർത്തനങ്ങൾ ശരിയാക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അവർക്ക് അത് കഴിഞ്ഞ് അവർക്ക് പലസ്തീനിൽ പ്രവേശിക്കാം. അവിടെ അവർക്ക് അള്ളാഹു സുബ്ഹാനഹു തആല ബർക്ക കരുതി വെച്ചിട്ടുണ്ട്. അവർക്ക് ഒരുപാട് രാജാക്കന്മാർ അവരുടെ ലീനിയേജിൽ വരാറുണ്ട്, ഒരുപാട് പ്രവാചകന്മാർ അവരുടെ ലീനിയേജിൽ വരാറുണ്ട്. ഈ ഒരു കുറച്ച് സമയത്ത് നിങ്ങൾ കുറച്ച് സബർ കാണിക്കുക. പക്ഷെ അവർക്ക് അതിന് സാധിച്ചില്ല. അവർക്ക് വേണ്ടത് ഇതൊക്കെയായിരുന്നു. വെറും ഒരു കാടയും കുറച്ച് സ്വീറ്റ്സും ഇത് പോരാ ഞങ്ങൾക്ക് അല്ലെ. ഞങ്ങൾക്ക് നല്ല ഫ്ലേവേഴ്സ് വേണം, വെളുത്തുള്ളി വേണം, പരിപ്പ് വേണം, പയറ് വേണം, കുറച്ച് ബ്രെഡ് വേണം അല്ലെ. വെറും ഇറച്ചി എങ്ങനെയാ തിന്നുക? സുബ്ഹാനല്ലാഹ്. ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ പലപ്പോഴും വേറെ പല കൾച്ചറുകൾ അല്ലെങ്കിൽ വെസ്റ്റേൺ കൺട്രീസോ ആരെങ്കിലും ആവട്ടെ, അവരൊക്കെ ഈ ഒരു കുറച്ച് കുക്ക് ചെയ്ത് എന്തെങ്കിലും ഒരു മീറ്റും എന്തെങ്കിലും ഒരു സൈഡും വെച്ച് അവർ കഴിക്കുന്നത് കാണുമ്പോൾ അല്ലെ, ചിലപ്പോൾ നമ്മൾ ഫ്ലൈറ്റിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ പടച്ചോൻ ഇതെങ്ങനെ മനുഷ്യന്മാര് തിന്നുന്നല്ലേ. ഓരോരോ ഭക്ഷണം നമുക്കൊരു പരിഹാസമാണ് അതല്ലേ. സുബ്ഹാനല്ലാഹ്. നമ്മുടെ ഭക്ഷണം നേരം കൊണ്ട് എന്താ ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കാം. നമുക്ക് ഒരു ഭക്ഷണം അല്ലെങ്കിൽ ഒരു ഐറ്റം ഉണ്ടാവേണ്ടി വരും, അത്രയും ഇൻഗ്രീഡിയൻസ് അതിനകത്ത് ഇടണം അല്ലെ. അതിന്റെ കൂടെ ഒരു പ്ലേറ്റ് ആണെങ്കിൽ പ്ലേറ്റിന്റെ ചുറ്റും ഒരു 4-5 സാധനം തൊട്ട് കൂട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ചോറ് ഇറങ്ങൂല. അതിന് പുറമെ 5 കോഴ്സ്, 4 കോഴ്സ്, 7 കോഴ്സ് മീൽസ് അല്ലെ, വെൽക്കം ഡ്രിങ്ക്, ഇതൊക്കെ ആണെങ്കിൽ ഒരു മണിക്കൂർ 2 മണിക്കൂർ ഗ്യാപ്പിലാണ് നമ്മൾ ഈ 7 കോഴ്സ് ഒക്കെ കഴിച്ചു തീർക്കുന്നത്. ഇത് എവിടുന്നാ വന്നത്? ആരുടെ സുന്നത്താണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് എന്ന് ആലോചിച്ച് നോക്കുക. സുബ്ഹാനല്ലാഹ്. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു തആല കംപ്ലീറ്റ് മീലാ കൊടുത്തിട്ടുള്ളത് അല്ലെ. ഒരു സ്വീറ്റ് ആയിട്ട് മന്നയും കൊടുത്തു, മെയിൻ ഡിഷ് ആയിട്ട് സൽവയും കൊടുത്തു, കുടിക്കാൻ നല്ല ഫ്രഷ് വാട്ടറും കൊടുത്തു. എന്നിട്ട് അവരോട് പറയണ, നിങ്ങളുടെ സ്റ്റഡി ടൈമാണിത്, നിങ്ങൾ പഠിക്കുക, കുറച്ച് ക്ഷമ കാണിക്കുക, അതിനുശേഷം നിങ്ങൾക്ക് ഞാൻ എല്ലാം തരാം. അവർക്കൊരു മേഘത്തിന്റെ തണല് കൊടുത്തു, അവരെ സമാധാനമായിട്ടില്ലേ, അവർക്ക് ഒരു പീഡനം ഇല്ലാത്ത രീതിയിൽ അവരെ സംരക്ഷിച്ചു. അവരുടെ കുടുംബങ്ങളൊക്കെ ചെറിയ ചെറിയ ടെന്റുകളിൽ അവിടെ സെറ്റിൽഡ് ആണ്. അവർക്ക് ആവശ്യത്തിന് വെള്ളമുണ്ട്, ആകാശത്തു നിന്ന് ഭക്ഷണം വരുന്നുണ്ട്. നിങ്ങൾ തൗറാത്ത് പഠിക്കുക, നിങ്ങൾക്കിപ്പം മതം പഠിക്കേണ്ട സമയമാണ്. ശരിക്കും ആലോചിക്കുക, ഒരു മദ്രസയിൽ ഒരു നല്ല ഹോസ്റ്റൽ ഫെസിലിറ്റി ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ട് നമ്മളെ സെറ്റിലാക്കിയിട്ട് നമ്മളോട് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണോ അതേപോലെ. പക്ഷെ ഈ ഒരു സമൂഹം, അവരുടെ മനസ്സെന്താണ്? താഴ്ന്ന രീതിയിൽ ചിന്തിക്കുന്നതാണ്. അവരുടെ പ്രയോറിറ്റീസ്, അവരുടെ ഫോക്കസ് വേറെയാണ്. അതുകൊണ്ട് അവർക്ക് ഇതിലൊന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല. അവരുടെ മെയിൻ എന്താണ്? അതിന്റെ പിന്നാലെ അവര് ഓടാണ്. സുബ്ഹാനല്ലാഹ്.
നമ്മൾ ചിന്തിക്കേണ്ട, ഇത് ഇത്രയും പറയുമ്പോൾ നമ്മളെ കുറിച്ച് എന്തായാലും ചിന്തിക്കണം. ഞാൻ ഇത് അവസാനത്തെ ലെസൺസിലേക്ക് കൊണ്ടുപോകുന്നില്ല. നമ്മൾക്ക്, ഞാനും നിങ്ങളും നമ്മളെ കുറിച്ച് ഉറക്കെ ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നിർഭാഗ്യം തന്നെ പറയട്ടെ അല്ലെ, നമ്മൾ പലരുടെയും ജീവിതം കറങ്ങുന്നത് ഭക്ഷണത്തിന് ചുറ്റുമാണ്. രാവിലെ എഴുന്നേൽക്കുന്നതേ എന്താ രാവിലെ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാണ് അല്ലെ. എന്നിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളിനി ആരുടെടുത്തെങ്കിലും ഫോൺ എടുത്ത് സംസാരിക്കുമ്പോൾ അവരെടുത്ത് സംസാരിക്കുന്നതിന്റെ ഒരു 50% ഭക്ഷണം ഉണ്ടാക്കിയതും ഭക്ഷണം കൊടുത്തതും ഭക്ഷണത്തിന്റെ ടേസ്റ്റിന് ആ ഇൻഗ്രീഡിയന്റ് ഇട്ടതും ഈ ഇൻഗ്രീഡിയന്റ് ഇട്ടതും നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് ചോദിക്കലാണ്. പക്ഷെ ഇപ്പം കുറെ പേരുടെ മാറിയിട്ടുണ്ടാവും. പക്ഷെ അങ്ങനെയാണ് നമ്മുടെ ഒരു സമൂഹത്തിന്റെ ഒരു സെറ്റപ്പ് അങ്ങനെയാണ് അല്ലെ. ഇതിട്ടപ്പോ നല്ലതായിരുന്നു, ആ റെസിപ്പി നല്ലതാണ്, ഞാൻ ഇത് നിങ്ങൾക്ക് തരാം. സുബ്ഹാനല്ലാഹ്, ഇതിലൊന്നും തെറ്റൊന്നും ഉണ്ടെന്നല്ല പറയുന്നത് കേട്ടോ. കാരണം ഭക്ഷണം റെസിപ്പി എടുക്കുന്നതും ഭക്ഷണം ഉണ്ടാക്കുന്നതും ഒക്കെ നല്ല കാര്യം തന്നെ. കാരണം ഇതും ഇബാദത്താണ് അല്ലെ. നമ്മളെ കുടുംബത്തിന് വേണ്ടി നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്നത്, അവരെ നല്ല രീതിയിൽ ഭക്ഷണം കൊടുത്ത് നല്ല മക്കൾക്കും ഭർത്താവിനും ആർക്കാണെങ്കിലും അവരുടെ ശരീരം പോഷിപ്പിക്കലും ഒക്കെ നമ്മളുടെ ഡ്യൂട്ടിയിൽ പെട്ടതുമാണ്, നമ്മളുടെ ഇബാദത്തും തന്നെയാണ്. പക്ഷേ ഇവിടെ പറയുന്നത് നമുക്കത് ഒബ്സഷനായി മാറരുത്. ഒബ്സഷൻ എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു കാര്യത്തിനോട് ഭയങ്കരമായിട്ട് അട്രാക്റ്റഡ് ആവുക. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതിൽ ഏറ്റവും വലിയൊരു ശതമാനം അതിനെക്കുറിച്ച് മാത്രമായിരിക്കുക. നമ്മൾ രാവിലെ എണീറ്റ് രാത്രി ആവുന്നതിൻ്റെ ഇടയ്ക്ക് ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് ഈ കാര്യമായിരിക്കാം. നമ്മളെ മനസ്സിലേക്ക് പോകുന്നതേ ഇതായിരിക്കുക. എന്താ ബ്രേക്ക്ഫാസ്റ്റ്, എന്താ ലഞ്ച്, എന്താ ഡിന്നർ. സുബ്ഹാനല്ലാഹ്. ഇനി ആരെങ്കിലും കല്യാണം കല്യാണം ഉണ്ടെന്ന് തീരുമാനിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും കല്യാണം എന്തിനാന്ന് പോലും മറന്നു. കല്യാണം പ്ലാൻ ചെയ്യുമ്പോഴേ ഏറ്റവും ആദ്യം നമ്മൾ പ്ലാൻ ചെയ്യുന്നത് എന്താ തലേന്ന് കൊടുക്കണ്ടേ, എന്താ പിറ്റേന്ന് കൊടുക്കണ്ടേ, എന്താ വിരുന്നിന് കൊടുക്കണ്ടേ, എന്താ സൽക്കാരത്തിന് കൊടുക്കണ്ടേ, എന്താണ് ഫുഡിന്റെ മെനു അല്ലെ. ഇനി നമ്മൾ ആരെങ്കിലും ഒരു സൽക്കാരത്തിന് വിളിക്കുകയാണെങ്കിൽ അവിടെ എന്തായിരിക്കും ഫുഡ്. ഇനി തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഓരോ മീൻ പൊരിച്ചത്, നമ്മൾ അന്ന് കൊടുത്ത അത്ര ആയില്ല കേട്ടോ, എന്തോ മാതിരി ഉണ്ട്. സുബ്ഹാനല്ലാഹ് അല്ലെ. ഈവൻ ചിലപ്പോ നമ്മളെ മക്കള് പോലും എവിടെയെങ്കിലും പോകാൻ വിളിക്കുമ്പോ നമ്മൾ എവിടെ പോണേ, അവിടെ എന്താ ഭക്ഷണം ഉണ്ടാവുക അല്ലെ. അപ്പം ഫുഡായി മാറിയിട്ടുണ്ട് നമ്മളുടെ എല്ലാം, നമ്മളുടെ, എന്റെയും നിങ്ങളുടെയും നമ്മുടെ സമൂഹത്തിന്റെ നമ്മളുടെ ഇമ്പോർട്ടന്റ് ഫാക്ടർ ഫുഡാണ്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മളുടെ നെക്സ്റ്റ് ജനറേഷനെ നമ്മൾ ഇത് തന്നെയാ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഫുഡാണ് മക്കളെ മെയിൻ. നമ്മൾ അതുപോലെയാണ് നമ്മളുടെ ആൺമക്കളെയും മരുമക്കളെയും വളർത്തിക്കൊണ്ടിരുന്നത്. ഭക്ഷണം കൊടുക്കുക, ഭക്ഷണം കൊടുക്കുക, ഭക്ഷണം കൊടുക്കുക. സുബ്ഹാനല്ലാഹ്. ഈവൻ നമ്മൾ പറയൂലേ, ഒരു പുരുഷന്റെ ഹൃദയത്തിലേക്കുള്ള വഴി വയറ്റിലൂടെയാണെന്ന്. ഇതൊരു നാണക്കേടല്ലേ. സുബ്ഹാനല്ലാഹ്. നമുക്ക് നമ്മളുടെ ആൺമക്കൾക്ക് ഞാൻ ഭക്ഷണം കൊടുക്കുന്ന പോലെ കൊടുക്കുന്ന ഒരു ഭാര്യയെ വേണം. ഇനി പെൺമക്കളുടെ ഭർത്താക്കന്മാർ നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ മരുമക്കൾ ആയിട്ടുള്ളവരെ ഭക്ഷണം കൊടുത്ത് അവസാനം മോള് ഭർത്താവിനെയും കൊണ്ട് പോകുമ്പോൾ മോക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയില്ല. അതുപോലെ പിന്നെ ഭർത്താവിന് പരാതിയായി. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മളുടെ ജീവിതത്തിന്റെ മെയിൻ ഉദ്ദേശം, അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ എന്തിനെ കുറിച്ചാണോ ചിന്തിക്കുന്നത് അതാണ് നമ്മളുടെ പേർപ്പസ്. മെയിൻ ഉദ്ദേശം ഇതായിട്ട് മാറാണ്. ഈവൻ ഒരു ഭാര്യയുടെ ജീവിതത്തിന്റെ ഉദ്ദേശം തന്നെ ഭർത്താവ് ഏൺ ചെയ്യും, സമ്പാദിച്ചു കൊണ്ടുവരും, അവന് ഭക്ഷണം കൊടുത്ത് തൃപ്തിപ്പെടുത്തലാണ് ഒരു ഭാര്യയുടെ ജീവിതത്തിന്റെ ഉദ്ദേശമായിട്ട് മാറുന്നത്. സുബ്ഹാനല്ലാഹ്. നമ്മുടെ ഉദ്ദേശം അതല്ല അല്ലെ. നമ്മുടെ ഉദ്ദേശം അള്ളാഹുവിന്റെ തൃപ്തിയാണ്. അതിലേക്കുള്ള വഴി മാത്രമാണ് ഇതൊക്കെ. അപ്പൊ ആ വഴിനെ ഒരു വഴിയായിട്ട് എടുക്കണം. അതുപോലെ പല വഴികളും അതിന്റെ കൂടെ നമ്മൾ കൊണ്ടുപോകേണ്ടതുണ്ട്. പക്ഷെ നമ്മളെ ഉദ്ദേശം ഇതായി മാറുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇതൊരു നല്ല ഉമ്മത്തിന്റെ ലക്ഷണമേ അല്ല അല്ലെ. ഒരു നല്ല പുരുഷന്റെ ലക്ഷണമല്ല അവന്റെ ഹൃദയത്തിലേക്കുള്ള വഴി വയറ്റിലൂടെയാണെന്ന് ചിന്തിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതല്ല കാണിച്ചു തന്നിട്ടുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഭാര്യമാരെ എല്ലാവരും ഇഷ്ടമായിരുന്നു അല്ലെ. ആയിഷ റളിയല്ലാഹു അൻഹനെ വളരെ ഇഷ്ടമായിരുന്നു. പക്ഷെ ആയിഷ റളിയല്ലാഹു അൻഹ കൊടുത്ത ഭക്ഷണത്തിലൂടെയല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഷ്ടപ്പെട്ടത്. ആയിഷ റളിയല്ലാഹു അൻഹ ചട്ടിപ്പത്തിരിയോ മുട്ടമാലയോ ഉന്നക്കായോ ഒന്നും ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഹദീസ് നമ്മൾ എവിടെയും കണ്ടിട്ടില്ല അല്ലെ. അവരും ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അവരും അവരുടെ ഭർത്താക്കന്മാരെ തൃപ്തിപ്പെടുത്തിയവരായിരുന്നു. പക്ഷെ നമുക്കത് ഒബ്സഷനായിട്ട് മാറിയിട്ടുണ്ട്. ഇത് മാത്രമാണ് നമ്മളെ ചിന്ത. ഇത് തന്നെയാണ് നമ്മൾ നമ്മുടെ മക്കൾക്കും കൊടുക്കുന്നത് അല്ലെ. സുബ്ഹാനല്ലാഹ്. ഇത് ആവശ്യമാണ്. ഇതും അള്ളാഹുവിന്റെ തൃപ്തിയിലേക്കുള്ള ഒരു വഴിയാണ്. ഇതൊരു ഇബാദത്താണ്. പക്ഷെ അതായി മാറരുത് നമ്മളുടെ ലക്ഷ്യം. അതായി മാറരുത് നമ്മളുടെ 24 മണിക്കൂറുള്ള ചിന്ത. വേറെ ഒരു ട്രെൻഡ് എന്താന്ന് വെച്ചാല്, അത് പക്ഷെ നമ്മൾ ഉമ്മമാരുടെ ട്രെൻഡ് അല്ല, ന്യൂജനിന്റെ ട്രെൻഡാ. ഐ എം എ ഫുഡി അല്ലെ. ഞാൻ ഒരു ഫുഡിയാണ്. ഫുഡ് എന്ന് വെച്ചാൽ എനിക്ക് അതാണ്. ആ കഫേയിൽ പോവാ, ഈ കഫേയിൽ പോവാ, അവിടുന്ന് കഴിക്കുന്ന ഫുഡ്, ഇവിടുന്ന് കഴിക്കുന്ന ഫുഡ്, അത് എടുക്കുക, സ്റ്റാറ്റസ് ഇടുക.
നമ്മൾ നമുക്ക് തന്നെ കൊടുക്കുന്ന ഒരു പുതിയ ടൈറ്റിലാണ് ഫുഡി. സുബ്ഹാനല്ലാഹ്, നമ്മൾ ഫുഡിയല്ല. അല്ലാഹു സുബ്ഹാനഹു തആല അല്ലേ എല്ലാ മഖ്ലൂക്കിലും ഏറ്റവും ശ്രേഷ്ഠമായ മലായിക്കത്തിനെ കൊണ്ട് മനുഷ്യർക്ക് സുജൂദ് ചെയ്യിച്ചത് നമ്മൾ ഫുഡിയാക്കിയത് കൊണ്ടല്ല. നമുക്ക് അവിടെ ഒരു സ്പെഷ്യാലിറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അത് നമ്മൾ പലപ്പോഴും മറന്നു പോവാണ്. നമ്മൾ ശ്രേഷ്ഠരാക്കുന്ന സ്പെഷ്യാലിറ്റി എന്താണെന്നുള്ളത്. പല കല്യാണങ്ങൾ, പല വിവാഹ ബന്ധങ്ങൾ വരെ മുറിയുന്നുണ്ട്. എന്തുകൊണ്ട്? പെണ്ണിന് ശരിക്കും അവനെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ കുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അവൻ അമ്മാരി തൃപ്തിപ്പെടുത്തലായിരിക്കും ഉമ്മ ഭക്ഷണം കഴിപ്പിച്ചിട്ട് തൃപ്തിപ്പെടുത്തിയിട്ടുള്ളത്. എങ്ങനെ ഈ പെൺകുട്ടി അത് ചെയ്യാം? നമ്മളെ മക്കൾക്ക് കൊടുക്കുന്ന തർബിയ അതാണ്, നമ്മളുടെ ആൺമക്കൾക്ക് കൊടുക്കുന്ന അല്ലെ, നമ്മുടെ തർബിയത്ത് അതാണ് ഭക്ഷണം. നമ്മളെ മക്കളെ പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, നമ്മളെ മക്കളെ സ്നേഹിക്കുന്ന രീതി ഇതാണ്, പാമ്പർ ചെയ്യുന്ന, പുന്നാരിപ്പിക്കുന്ന രീതി ഇതാണ്, ഭക്ഷണം കൊടുത്തിട്ട്. ഭക്ഷണം ഒരുപാട് കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, വെറൈറ്റി ഇല്ലെങ്കിലും കുഴപ്പമില്ല, അതൊക്കെ നമ്മൾ പഠിപ്പിക്കണം നമ്മളെ മക്കളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്, ടേബിളിന്റെ മുകളിൽ എത്ര വെറൈറ്റിയാണ്? ഏതെങ്കിലും ഒരു ഹദീസ് ഉണ്ടോ ഒരു ടേബിള് നിറച്ചും പല വെറൈറ്റിയിലെ? നമ്മൾക്കൊരു നോമ്പുതുറയൊക്കെ ആണെങ്കിൽ തന്നെ ഈ അറ്റം മുതൽ ആ അറ്റം വരെ നമുക്ക് തന്നെ വായിൽ കൊള്ളാത്ത പേരുകളുള്ള പലഹാരങ്ങൾ അല്ലെ? അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഹദീസ്, ഏതെങ്കിലും ഒരു സഹാബിമാര് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടോ? പക്ഷെ നമ്മൾ അവിടുന്ന് പിക്ക് ചെയ്യുന്നത് നമ്മളെ അതിഥികളെ നല്ല രീതിയിൽ സൽക്കരിക്കണം, സുന്നത്താണ്, സുന്നത്താണ്. അവരുടെ നല്ല രീതിയിലുള്ള സൽക്കാരവും അവർ കാണിച്ചു തന്നിട്ടുണ്ട് അല്ലെ? മക്ക വിജയം കഴിഞ്ഞിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോകുന്നത് പ്രവാചകന്റെ കസിൻ ആയ ഉമ്മു ഹനിയുടെ വീട്ടിലേക്കാണ് അല്ലെ? മക്ക വിജയം എന്ന് പറയുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയമാണ് അല്ലെ? അത്രക്ക് പ്രവാചകൻ 13 വർഷത്തോളം നരകിച്ചിട്ട് അല്ലെ, അവിടുത്തെ മുശ്രിക്കുകളുടെ പീഡനങ്ങളും എന്താണ് അതിനെതിരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവർത്തിച്ച് അതിന് ശേഷവും മദീനയിൽ എത്തിയതിനു ശേഷവും ഒക്കെ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ വിജയമാണ് മക്ക വിജയം അല്ലെ? അത് കഴിഞ്ഞിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പോലെ വാ നമുക്ക് പാർട്ടിയാക്കി കളയാം, നമുക്ക് ഫുഡ് ഉണ്ടാക്കി കളയാം എന്നല്ല പറഞ്ഞത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ശുക്രിന്റെ സുജൂദ് ചെയ്ത് ഉമ്മു ഹാനിയുടെ വീട്ടിൽ നിന്ന് എന്താ ഭക്ഷണം? എന്താണ്? സുർക്കയും ബ്രെഡും. മാഷാ അല്ലാഹ്, നല്ല ഭക്ഷണം. നമ്മളോ? നമുക്കെല്ലാം ഭക്ഷണമാണ് അല്ലെ? നമ്മുടെ ആഘോഷം എന്ന് പറഞ്ഞാലേ ഭക്ഷണമാണ്. സുജൂദും ശുക്രും ഇസ്തിഗ്ഫാറൊക്കെ അവിടെ നിൽക്കട്ടെ, എന്താണ് മെനു? നമ്മൾ ഭക്ഷണം കഴിക്കണ്ടെന്നേ അല്ല പറയുന്നത്, പക്ഷെ നമ്മളുടെ മെയിൻ അതായി പോകുന്നുണ്ട്. ഫുഡ് ചാനലുകളൊക്കെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും, ആ റെസിപ്പി ഈ റെസിപ്പി അല്ലെ? ആ കാണുന്നതിൽ ഒരു 50% റെസിപ്പി പോലും നമുക്ക് കുക്ക് ചെയ്യാനൊന്നും സമയം കിട്ടാറില്ല, കുക്ക് ചെയ്യാറുമില്ല. പക്ഷെ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നു വിചാരിച്ചിട്ട് അതും കാണും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഈ പറഞ്ഞ നമ്മളുടെ ഫോക്കസ് ആയി മാറിയിട്ടില്ല, നമ്മുടെ പേർപ്പസ് ആയിട്ട്, ലക്ഷ്യമായിട്ട് മാറിയിട്ടില്ല ഈ ഒരു കാര്യത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അതിനകത്ത് പെട്ടുപോയിട്ടുണ്ട്. പെട്ടെന്ന് എളുപ്പമൊന്നുമല്ല കര കയറാൻ വേണ്ടിയിട്ട്. പക്ഷെ റബ്ബിന്റെ അടുത്ത് ദുആ ചെയ്തുകൊണ്ടിരിക്കുക, റബ്ബിന് എളുപ്പാക്കി തരാൻ പറ്റും. കാരണം ഇത് നമ്മളിൽ നിന്നാ തുടങ്ങേണ്ടത്. നമുക്കിത് കേൾക്കുമ്പോൾ നമ്മളെ വീട്ടുകാരെ കേൾപ്പിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് തോന്നാറുണ്ട്. പക്ഷെ തുടങ്ങേണ്ടത് നമ്മളിൽ നിന്ന് തന്നെയാണ്. അള്ളാഹു ഇത് നമ്മളിലേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ മാറ്റം കൊണ്ടുവരാൻ വേണ്ടി തന്നെയാണ്. ദുആ ചെയ്യാം. വസ്തഈനു ബിസ്സബ്രി വസ്സലാഹ്, സബ്രോട് കൂടി ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. നമ്മളെല്ലാവരും നമ്മളെ തന്നെ ബ്രെയിൻ വാഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞിട്ട്. ഞാൻ നിങ്ങളെന്നേ പറയുന്നില്ല, നമ്മൾ തന്നെയാണ് പറയുന്നത്. നമ്മളെല്ലാവരും ഒരു ഉമ്മത്ത് എന്ന നിലയിൽ നമ്മൾ എന്തിനോടാണ് അടിമപ്പെട്ടിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിൻ ആയിട്ടുള്ളത് ഇതാണ്. അപ്പൊ നമ്മളുടെ ആ അടിമത്തം നമ്മളെ വീക്കാക്കിയിട്ടുണ്ട്. ഭക്ഷണമാണ് മെയിൻ എന്ന് വിചാരിച്ചത് കൊണ്ട് നമ്മൾ ഉള്ളിൽ നിന്ന് വീക്കാണ്. ഭക്ഷണം ഇല്ല, അല്ലെങ്കിൽ ഭക്ഷണം കുറഞ്ഞു പോയി, അല്ലെങ്കിൽ അളവില്ല, ഒരു പരിപാടിക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ അതില്ല, നമ്മൾ ആകെ ടെൻഷനാവും അല്ലെ? എന്തെങ്കിലും ഒരു ഇൻഗ്രീഡിയന്റ് വീട്ടിൽ ആരെങ്കിലും വിരുന്നുകാർ വരുമ്പോൾ എന്തെങ്കിലും ഒരു സാധനം നമ്മളൊരു 25 ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ടോ, 26ാമത്തെ ഐറ്റത്തിന് ഇടാനുള്ള എന്തോ വായിൽ കൊള്ളാത്ത പേരുള്ള ഒരു പൗഡർ ചിലപ്പോൾ മിസ്സിംഗ് ആയിരിക്കും. നമുക്ക് ആകെ ബേജാറാവും. പിന്നെ പുതിയാപ്പിളിനെ വിളിക്കലായി, മക്കളെ വിളിക്കലായി, അത് അവിടെ ഉണ്ടോ നോക്ക്, ഈ സൂപ്പർ മാർക്കറ്റിൽ ഉണ്ടോ നോക്ക് അല്ലെ? നമ്മൾ മരിക്കാൻ പോണ പോലെ. സുബ്ഹാനല്ലാഹ്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിന്റെ ഒക്കെ ഇടയിലും നമ്മളെ എല്ലാ കൊല്ലവും ട്രെയിൻ ചെയ്യിക്കുന്നുണ്ട് റമദാനിൽ. ഇത്ര മതി നിങ്ങൾക്ക് ഭക്ഷണം, ഇങ്ങനെയും നിങ്ങൾക്ക് സർവൈവ് ചെയ്യാന്ന്. പക്ഷെ അപ്പോഴും നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ പറയിപ്പിക്കും അല്ലെ? സുബ്ഹാനല്ലാഹ്.
നിങ്ങൾക്ക് രാവിലെ മുതൽ രാത്രി വരെ ഇത്ര ഭക്ഷണം മതി എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ രാത്രി മുതൽ രാവിലെ വരെ 2 ദിവസത്തേക്കുള്ളത് അവിടെ കഴിച്ചു വെക്കും. അപ്പം നമ്മള് ജീവിക്കാൻ വേണ്ടി കഴിക്കുന്നവരാണോ അതോ കഴിക്കാൻ വേണ്ടി ജീവിക്കുന്നവരാണോ എന്ന് നമ്മൾ ആലോചിക്കുക. നമ്മളെ ജീവിതത്തിന്റെ ലക്ഷ്യം മറന്നുപോയവരാണോ? ഉദ്ദേശത്തിൽ നിന്ന് മാറിപ്പോയവരാണോ? നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളുടെ റൂഹിനെ ഇങ്ങോട്ട് അയച്ചിട്ടുള്ളത് ദുനിയാവിലേക്ക് വളരെ കുറച്ച് സമയം അല്ലേ, നമ്മളുടെ ആ ഒരു കേർട്ടൻ റേസ് ചെയ്ത് കർട്ടൻ താഴ്ന്നതിന്റെ ഇടയ്ക്ക് വളരെ കുറച്ച് സമയം ഇങ്ങോട്ട് അയച്ചിട്ടുള്ളത് എന്തിനാണ്? ഖലീഫമാരായിട്ടാണ് അയച്ചത് അല്ലേ. നമുക്ക് സമയമില്ല. നമുക്കിവിടെ ഇബാദത്ത് ചെയ്യാനും ഇബാദത്ത് ചെയ്യാൻ പറഞ്ഞു കൊടുക്കാനും മറ്റുള്ളവരെ അള്ളാഹുലേക്ക് ക്ഷണിക്കാനും വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അയച്ചിട്ടുള്ളത്. നമ്മളുടെ ഉദ്ദേശം ഇബാദത്താണ്. വളരെ കുറച്ച് സമയം നമുക്കുള്ളൂ. നമ്മുടെ കയ്യിലുള്ള കറൻസി എന്ന് പറയുന്നത് നമ്മളുടെ സമയമാണ് അല്ലെ. അത് നഷ്ടപ്പെട്ടു പോവാണ് ഓരോ സെക്കൻഡും. എത്രയും നമുക്ക് ഓടിയെടുക്കാൻ പറ്റുമോ അത്രയും നമ്മൾ എടുത്തേ മതിയാവും. അപ്പൊ നമ്മൾ പകുതിയിലധികം ഫുഡ് അതിന്റെ മുകളിൽ ചെലവഴിക്കും. ബാക്കി പകുതി ആ കഴിച്ച ഫുഡ് കാരണമുള്ള രോഗങ്ങളെ മേലെ ചെലവഴിക്കും അല്ലേ. കുറേ തിന്നുപോയതുകൊണ്ട് ജിമ്മിൽ പോകണം, കുറേ തിന്നുപോയതുകൊണ്ട് കൊളസ്ട്രോൾ വന്ന്, ഷുഗർ വന്ന്, പ്രഷർ വന്ന് ഡോക്ടർ കാണാൻ മരുന്ന് കുടിക്കുക, അതിന്റെ ക്ഷീണം തീർക്കുക, എന്നിട്ട് അതിന് വീണ്ടും പൈസ ചെലവാക്കുക. ആ ആദ്യത്തെ പകുതിയിൽ ഉണ്ടാക്കിയ പൈസ രണ്ടാമത്തെ പകുതിയിൽ രോഗത്തിന് വേണ്ടി ചെലവഴിച്ച് തീർക്കുക. ഇതാണ് നിർഭാഗ്യകരം എന്ന് പറയട്ടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കുറച്ചേ മതിയാവും. ഇന്ന് നമ്മളെല്ലാവരും തീരുമാനിക്കുക, ദുആ ചെയ്യുക, അള്ളാഹുവിനോട് എളുപ്പത്തിന് വേണ്ടി തേടിക്കൊണ്ടിരിക്കുക. അള്ളാഹു വഴി കാണിച്ചു തരുക തന്നെ ചെയ്യും. അത്യാവശ്യങ്ങൾക്ക് വേണ്ടി നമ്മളെ ശീലിപ്പിക്കുക. എന്തിനാണ് ഭക്ഷണം എന്നുള്ളത് നമ്മൾ ഓർക്കുക, എന്താണ് നമ്മുടെ ഉദ്ദേശം എന്നുള്ളത് നമ്മൾ ഓർക്കുക. ഈവൻ ഒരു ഇസ്ലാമികമായിട്ടുള്ള ഒരു ഗെറ്റ് ടുഗെദറോ ഒരു ക്ലാസ്സോ ഉണ്ടെങ്കിൽ അതിൽ എവിടെയെങ്കിലും ഭക്ഷണം ഉണ്ട്, സ്നാക്ക് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഇൻട്രസ്റ്റ് അവിടെ പോകാൻ വേണ്ടി അല്ലേ. ചിലര് അങ്ങനത്തെ മീറ്റിങ്ങിലൊക്കെ പോവും ഭക്ഷണം കഴിക്കാൻ വേണ്ടി, എന്നിട്ട് പോയിട്ട് തിരിച്ചു വരും. സുബ്ഹാനല്ലാഹ്. നമ്മളെ ഉമ്മത്തിന് അള്ളാഹു സുബ്ഹാനഹു വതആല എന്തിനാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത്? നമ്മളുടെ കയ്യിൽ അള്ളാഹു സുബ്ഹാനഹു വതആല എന്ത് വലിയ അത്ഭുതമാണ് തന്നിട്ടുള്ളത് എന്ന് നമ്മൾ ഓർക്കുക. ഖുർആൻ അല്ലെ. നമ്മൾ അവരുടെ കുറെ അത്ഭുതങ്ങളെ കുറിച്ച് സംസാരിച്ചു. പക്ഷെ ഏറ്റവും വലിയ അത്ഭുതം, ഏറ്റവും വലിയ മോചിസത്ത് കയ്യിൽ തന്നിട്ടുള്ള, ഏറ്റവും വലിയ ഉത്തരവാദിത്തം കയ്യിൽ തന്നിട്ടുള്ള ഒരു ഉമ്മത്താണ് നമ്മളുടെ. ഈ മിഷൻ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആൾക്കാരാണ് നമ്മള്. ഈ ടോർച്ച് അല്ലെ, ഈ ഒരു വെളിച്ചം നമ്മളുടെ ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് അടിച്ചു കൊടുക്കേണ്ട ആൾക്കാരാണ് നമ്മള് അടിമത്തത്തിലാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഇത്രയൊക്കെ നമ്മളെ ഈ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇത്രയൊക്കെ സ്റ്റെപ്പുകൾ അള്ളാഹു സുബ്ഹാനഹു വതആല എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഭാഗത്ത് നിന്ന് നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ ആലോചിക്കുക. അപ്പം നമ്മൾ വളരെ നിസ്സാരമായ എന്തിനോ വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ കയ്യിൽ ഏൽപ്പിച്ച വളരെ വലിയൊരു ഉത്തരവാദിത്തത്തിന് മറന്നു പോകുന്ന ആൾക്കാരാണോ എന്ന് നമ്മൾ സ്വയം ചിന്തിക്കുക. മാറിയേ മതിയാവും. തുടർന്ന് മൂസ അലൈഹി ഇസ്ലാം, അതായത് അവർ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ മൂസ അലൈഹി ഇസ്ലാമിന് ആകെ കൂടെ ഇടങ്ങേറായില്ലേ, എന്താ ഇവർ ഈ പറയുന്നേ. സുബ്ഹാനല്ലാഹ്. ഖാല, മൂസ അലൈഹി ഇസ്ലാം പറഞ്ഞു, അതസ്തബ്ദിലൂന. നമ്മൾ പറഞ്ഞു ബദൽ അല്ലെങ്കിൽ ബദ്ദല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ചേഞ്ച് ചെയ്യുക, മാറ്റുക എന്നൊക്കെയാണ്. ഇസ്തിബ്ദാൽ എന്ന് പറഞ്ഞാല് അത് ഒരു കാര്യം കംപ്ലീറ്റ്ലി മാറ്റിയെടുക്കുക, അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ നിങ്ങൾ ഇത് ചേഞ്ച് ചെയ്യാൻ നോക്കുകയാണോ? അതിന് പകരം എടുക്കാൻ വേണ്ടി ചോദിക്കുകയാണ്. എന്ത്? അല്ലദീ ഹുവ അദ്ന, അതായത് ഇതിനേക്കാൾ ലോ ആയിട്ടുള്ളത്, താണ തരത്തിലുള്ള എന്തോ ഒരു കാര്യം നിങ്ങൾ ആവശ്യപ്പെടുകയാണോ? ബില്ലദി, എന്തിനു പകരം? ഹുവ ഖൈർ, ഉത്തമമായതിന് പകരം. ഉത്തമമായത് വിട്ട് തികച്ചും താണ തരത്തിലുള്ള എന്തോ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ ചോദിക്കുകയാണോ? സുബ്ഹാനല്ലാഹ്. എന്താണ് ഉത്തമമായിട്ടുള്ളത്? മന്നയും സെൽവയും. എന്താണ് മോശമായിട്ട് താണ തരത്തിലുള്ളത്? അവർ ഈ ചോദിച്ച സാധനങ്ങളെല്ലാം അല്ലെ. എങ്ങനെയാണ് മന്നയും സെൽവയും മറ്റതിനേക്കാളും അവർ ചോദിച്ച കാര്യങ്ങളെക്കാളും ബെറ്റർ ആവുന്നത്? നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാണ്. എന്നാലും മന്നയും സെൽവയും ഹെവൻലി ഫുഡാണ് അല്ലെ, ആകാശത്ത് നിന്ന് വരുന്നതാണ്. എന്നാൽ ഇവര് ചോദിച്ചതോ മിമ്മാ തുമ്പിത്തുൽ അർദ്, ഭൂമിയിൽ നിന്ന് വരുന്നതാണ്. മേലിൽ നിന്ന് വരുന്നതോ താഴെ നിന്ന് വരുന്നതോ? ഉത്തമം ആകാശത്ത് നിന്ന് വരുന്നത് അല്ലേ. മാത്രമല്ല മന്നയും സെൽവയും അവർക്ക് പ്രിപ്പയർഡ് ആയിട്ട് വരുന്നതാണ്, ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഭക്ഷണമാണ്. അവർക്ക് പിന്നെ അതിന്റെ മുകളിൽ ഉണ്ടാക്കാൻ വേണ്ടി സമയം ചെലവഴിക്കേണ്ട. എന്നാൽ ഇവിടെ താഴ്ന്നു വരുന്ന സാധനങ്ങളോ അവര് കുഴിച്ചിടണം, നനയ്ക്കണം, വളർത്തണം, കൃഷി ചെയ്യണം. ചിലപ്പോൾ അത് നശിച്ചു പോകും അല്ലെ. എന്നിട്ട് അത് കഴിഞ്ഞ് ഉണ്ടായാൽ തന്നെ അത് കട്ട് ചെയ്യണം, അത് കുക്ക് ചെയ്യണം. സുബ്ഹാനല്ലാഹ്. എന്നാൽ അത് കേടായി പോവുകയും ചെയ്യും.
എന്നാൽ മന്നയും സെൽവയും റെഡി ആയിട്ട് ഇങ്ങോട്ട് വരികയാണ്. ഇനി മന്നയും സെൽവയും അങ്ങേയറ്റം ന്യൂട്രീഷ്യസ് ആണ്. സുബ്ഹാനല്ലാഹ്, നമ്മുടെ ശരീരത്തിന് വേണ്ടതൊക്കെ എന്തായാലും അതിനകത്തുണ്ട്. ആകാശത്ത് നിന്ന് വരുന്ന കംപ്ലീറ്റ് ഫുഡാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് വേണ്ടി തെരഞ്ഞെടുത്തതാണ്. അള്ളാഹു നമുക്ക് തരുന്നത് എന്തും ഏറ്റവും ബെസ്റ്റ് ആണ്. അയ്യൂബ് അലൈഹി ഇസ്ലാമിന്റെ സ്റ്റോറി ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിട്ട് നോക്കാം നമുക്ക്. അയ്യൂബ് അലൈഹി ഇസ്ലാം നമുക്കറിയാം അല്ലെ, ഒരുപാട് വർഷങ്ങൾ അങ്ങേയറ്റം രോഗം കൊണ്ട് ബുദ്ധിമുട്ടിയിരുന്നു. അദ്ദേഹത്തിന് ഒരുപാട് ധനമുണ്ടായിരുന്നു, സമ്പത്തുണ്ടായിരുന്നു, അതെല്ലാം നഷ്ടപ്പെട്ടു. മക്കള് മരിച്ചു, കുടുംബം പോയി, ഒറ്റപ്പെട്ടു. എല്ലാം നഷ്ടപ്പെട്ടിട്ടും അദ്ദേഹം വളരെയധികം ക്ഷമയോടുകൂടി നിന്നു. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന്റെ ആരോഗ്യം തിരിച്ചു കൊടുത്തു, കൂടുതൽ കുടുംബങ്ങളെ കൊടുത്തു, അല്ലെ, സമ്പത്ത് കൊടുത്തു. ഇങ്ങനെയുള്ള ഒരു സമയത്ത് ഒരിക്കൽ അയ്യൂബ് അലൈഹി ഇസ്ലാമിന് ആകാശത്ത് നിന്ന് സ്വർണത്തിന്റെ വെട്ടുകിളികൾ ഇങ്ങനെ വീഴുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല കൊടുക്കുകയാണ് അയ്യൂബ് അലൈഹി ഇസ്ലാമിന്. അയ്യൂബ് അലൈഹി ഇസ്ലാം ഓടിച്ചെന്ന് അതൊക്കെ കളക്ട് ചെയ്യാൻ തുടങ്ങും. സുബ്ഹാനല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കും, ഞാൻ നിനക്ക് ആവശ്യത്തിന് സമ്പത്ത് തന്നിട്ടില്ലേ, അത് പോരെ എന്നുള്ള രീതിയിൽ. അപ്പം അയ്യൂബ് അലൈഹി ഇസ്ലാം പറയും, അള്ളാഹുവെ, നിന്റെ കാരുണ്യം എത്ര കിട്ടിയാലാണ് മതിയാവുക, നിന്റെ അനുഗ്രഹം എത്ര കിട്ടിയാലാണ് മതിയാവുക, അത് എത്ര കിട്ടിയാലും എനിക്ക് മതിയാവില്ല. അയ്യൂബ് അലൈഹി ഇസ്ലാമിന് ഇഷ്ടംപോലെ സമ്പത്തുണ്ട്, സമ്പത്തിനോട് ഒത്തിരി പോലും ആഗ്രഹവും ഇല്ല. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അനുഗ്രഹം വന്നപ്പം അത് വാരിയെടുക്കാൻ വേണ്ടി അയ്യൂബ് അലൈഹി ഇസ്ലാം പോവാണ്. കാരണം അദ്ദേഹത്തിന് അറിയാം ഇത് അള്ളാഹുവിൽ നിന്ന് വരുന്നതാണ്, അതെനിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. അള്ളാഹു തരുന്നത് എന്തും അത് എനിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. അള്ളാഹുവിന്റെ റിസ്ക് എന്തും അത് ചിലപ്പോൾ നമുക്ക് ഉള്ളതായിരിക്കാം, ഇല്ലാത്തതായിരിക്കാം, അതായിരിക്കും എനിക്ക് ബെസ്റ്റ്. ചിലത് എനിക്ക് ഇല്ലെങ്കിൽ അതാണ് എനിക്ക് ഏറ്റവും ബെസ്റ്റ്. ചിലത് എനിക്ക് മറ്റുള്ളവരെക്കാൾ കാഴ്ചയിൽ മോശമായതാണ് ഉള്ളതെങ്കിൽ അതായിരിക്കും എനിക്ക് ഏറ്റവും ബെസ്റ്റ്. അള്ളാഹുവിൽ നിന്ന് വരുന്ന കാരുണ്യം ഒരിക്കലും മോശമാവില്ല. നമ്മളും അല്ലെ, നമ്മളെ മുമ്പിൽ ഇങ്ങനെ സ്വർണം വീഴാണെങ്കിൽ നമ്മളും ഇതേപോലെ ഓടിച്ചെന്ന് പെറുക്കൂല, ആരാ നോക്കുന്നതൊന്നും നിൽക്കൂല, നമ്മളത് പെറുക്കിക്കൊണ്ടേയിരിക്കും. പക്ഷെ നമ്മള് ആ പെറുക്കുന്നത് കൂടുതൽ സമ്പത്തിനോടുള്ള ആഗ്രഹത്തിന്റെ മേലായിരിക്കും. പക്ഷെ അയ്യൂബ് അലൈഹിസ്സലാം അത് പെറുക്കിയത് സമ്പത്തിനോടുള്ള ഒരിത്തിരി പോലും ആഗ്രഹമില്ല, പകരം അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നിന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ രോഗത്തിനെ, അദ്ദേഹത്തിന്റെ ഏകാന്തതയെ, ദാരിദ്ര്യത്തിനെ, കുടുംബത്തിനെ നഷ്ടപ്പെട്ടപ്പം അതിനെ എങ്ങനെ സബ്രോടുകൂടി സ്വീകരിച്ചോ, എങ്ങനെ അത് അള്ളാഹുവിൽ നിന്ന് ആയതുകൊണ്ട് സബ്രോടുകൂടി സ്വീകരിച്ചോ, അതേ മനസ്സോടുകൂടി തന്നെയാണ് അള്ളാഹുവിൽ നിന്ന് വീഴുന്ന ഈ സ്വർണത്തിന്റെ വെട്ടുകിളികളെയും അദ്ദേഹം സ്വീകരിച്ചത്. സുബ്ഹാനല്ലാഹ്. നമ്മളോ, നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല എന്തെങ്കിലും തന്നു കഴിഞ്ഞാല് നാലിന്റെ ഒരു അവസ്ഥ അല്ലെ, വല്ലാത്തൊരു കഷ്ടമായി പോയി. അള്ളാഹ് തരുന്നത് ഒക്കെ ബെസ്റ്റ് ആണ് നമുക്ക്. നമുക്ക് നമ്മളുടെ ആ ഹിക്മത്ത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ലാത്തത് കൊണ്ടാണ്. ചിലപ്പോൾ നമുക്ക് കുറേ കാലങ്ങൾ കഴിയുമ്പോൾ, ചിലപ്പോൾ നമ്മൾ ആ ഒരു അനുഭവിക്കുന്ന സമയത്ത് വിചാരിച്ചിട്ടുണ്ടാവും, റബ്ബേ ആർക്കും ഇമാതിരി ഒരു പരീക്ഷണം ഇല്ലല്ലോ, ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ട് എനിക്ക് എന്താ ഇതെന്ന്. പക്ഷെ അത് ഒരു പക്ഷെ ആ പരീക്ഷണം പാസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഇത് ആർക്കും കൊടുക്കാത്തൊരു ഭാഗ്യമായിരുന്നു, ആരെയും എത്തിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് എന്നെ എത്തിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അള്ളാഹു സുബ്ഹാനഹു വതആല എത്തിച്ചിട്ടുള്ളത്. അപ്പൊ അള്ളാഹു തരുന്നതൊക്കെയും അനുഗ്രഹമാണ്. വാരി 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 കളക്ട് ചെയ്ത് സമ്പാദിച്ചു വെച്ചോളാം. അള്ളാഹ്ക്കേ അറിയുള്ളൂ എന്റെ ഓരോ അടിമയ്ക്കും ഓരോ സമയത്തും എന്താണ് ബെസ്റ്റ് എന്ന്. നമ്മളെ ചുറ്റുപാടുമുള്ള ആളുകളെ നോക്കിയിട്ട് അവർക്ക് അതുണ്ട്, അതാണ് എനിക്ക് ബെസ്റ്റ് എന്ന് വിചാരിക്കുന്നത് ശുദ്ധ വേണ്ടിയിട്ടാ. നമുക്ക് നമ്മളെ അറിയൂല. നമ്മളെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് പലതും തരുന്നത്. കുറെ കാലം കഴിയുമ്പോഴാണ് ഓ ഞാൻ ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലേ എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അതിനുള്ള ബുദ്ധി പോലും നമുക്ക്, നമ്മളെ മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും നമുക്കില്ല. അത് അള്ളാഹു സുബ്ഹാനഹു വതആല അനുഭവങ്ങൾ തന്നിട്ട് വേണം പഠിപ്പിക്കാൻ. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് തരുന്നത് എന്തും ബെസ്റ്റ് ആണ്. നമ്മളുടെ വിവരക്കേട് കൊണ്ട് ഇപ്പൊ ഇവർക്ക് മന്നയും സൽവയും കൊടുക്കുമ്പോൾ നമ്മൾ നോക്കി കാണുമ്പോൾ അള്ളാഹ് മന്നയും സൽവയും കൊടുത്തിട്ടാണ് ഇവരിത് പറയുന്നത് നമ്മൾ വിചാരിക്കൂലേ. പക്ഷെ അവരുടെ കാഴ്ചയില് അവർക്കത് ഒന്നുമല്ല. ഇതേപോലെ തന്നെയാണ് എല്ലാവരുടെ കാര്യങ്ങളും. സുബ്ഹാനല്ലാഹ്. നമ്മൾ മറ്റുള്ളവരുടെ കാര്യം തോന്നുമ്പോൾ അവർക്ക് എന്ത് ഈസിയാ, എനിക്ക് എന്തൊരു പ്രയാസമാണെന്ന് തോന്നും. പക്ഷെ അവർക്ക് നമ്മൾ ഈസിയാന്ന് വിചാരിക്കുന്ന കാര്യമായിരിക്കും അവർക്ക് ഏറ്റവും വലിയ പ്രയാസം. എനിക്ക് അറിയുന്ന ഒരു കുടുംബമുണ്ട്. അവരുടെ ജീവിതത്തിലെ പരീക്ഷണം എന്താന്ന് വെച്ചാല് അവരുടെ മോൻ ഭയങ്കര ദീനിയായിപ്പോയി. മോനും മോന്റെ ഭാര്യയും അങ്ങനെ എന്താണ്, ഭാര്യ നിക്കാബ് ഇട്ടിട്ടേ പുറത്തിറങ്ങുള്ളൂ. കുടുംബത്തിലുള്ള അന്യപുരുഷന്മാര് വരുമ്പം കുട്ടി റൂമിനകത്തേക്ക് കയറും. അതാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രയാസം. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഇവർ ഈ മന്നയെ സൽവയും കൊണ്ട് പറഞ്ഞതുപോലെ
അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും തരുന്നത് നമ്മളെ അറിയുന്ന റബ്ബ് ഏറ്റവും വലിയ ഹിക്മത്തോടു കൂടി തരുന്നതാണ്. അതാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ്. അവർക്ക് കൊടുത്തതിൽ ഏറ്റവും ബെസ്റ്റ് മന്നയും സെൽവയുമായിരുന്നു, ഏറ്റവും സുപ്പീരിയർ ആയിട്ടുള്ള കാര്യമായിരുന്നു. പക്ഷെ ഭൂമിന്റെ അടിയിൽ നിന്ന് വളരുന്ന കാര്യങ്ങളോടാണ് അവർക്ക് താല്പര്യം, അല്ലെ? ഭൂമിന്റെ അടിയിൽ നിന്ന് വരുന്ന സാധനങ്ങൾ എല്ലാവർക്കും ഉണ്ട്, മന്നയും സെൽവയും എല്ലാവർക്കും ഉണ്ടോ? ഇല്ലല്ലേ? അത് വളരെ സ്പെഷ്യലാണ്. അതിനുശേഷവും അതിനു മുമ്പും ആർക്കും കൊടുത്തിട്ടില്ലാത്ത അത്രയും സ്പെഷ്യലാണ്. അപ്പം അത് അവർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിരുന്നു. പലപ്പോഴും നമ്മളെ പരീക്ഷണങ്ങൾ കാണുമ്പോൾ റബ്ബേ ഇത് ആർക്കും ഇല്ലല്ലോ അല്ലെ എന്ന് നമുക്ക് തോന്നാറുണ്ട്. എല്ലാവർക്കും ഉള്ളത് എന്തിനാ നമുക്കല്ലേ? നമുക്ക് അത്രയും സ്പെഷ്യൽ അള്ളാഹ് തന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയതുകൊണ്ടാണ്. നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഒരു അവസ്ഥയിൽ തെരഞ്ഞെടുത്തത് കൊണ്ടാണ്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അപ്പൊ മൂസ അലൈഹിസ്സലാം അവരെ വഴക്ക് പറയാണ്, അല്ലെ? എന്താ നിങ്ങൾ ഈ പറയുന്നേ? സുബ്ഹാനല്ലാഹ്. അള്ളാഹു ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നിട്ട് നിങ്ങൾക്ക് അതിന് പകരം മോശമായിട്ടുള്ളത് എന്തോ എടുക്കണം, അല്ലെ? വളരെ പുവർ ആയിട്ടുള്ള ക്വാളിറ്റി. എന്താണ് മൂസ അലൈഹി സ്വലാം പറയുന്നത്? ഇഹ്ബിതു മിസ്രൻ, നിങ്ങൾ എങ്ങോട്ടെങ്കിലും ഏതെങ്കിലും പട്ടണത്തിലേക്ക് പോവും. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ എന്താണ് അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ പറയുന്നത്? നിങ്ങൾക്ക് ഇതാണ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ദുആ ഒന്നും ചെയ്യാൻ പോണില്ല, നിങ്ങൾ എങ്ങോട്ടെങ്കിലും പോയിക്കോ, അവിടെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് കിട്ടും, എനിക്ക് ഇതിനു വേണ്ടി ദുആ ചെയ്യാൻ പറ്റൂല. അള്ളാഹു നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾക്ക് തരേണ്ടത് വേണ്ടത് എന്താന്ന് വെച്ചാൽ തന്നിട്ടുണ്ട്. ഇഹ്ബിതു മിസ്രൻ ഹാബാത്തോ, നമ്മൾ പറഞ്ഞു മുമ്പേ കണ്ടിട്ടുള്ള വാക്കാണ്, നിങ്ങൾ ഇറങ്ങി പോകൂ എന്നുള്ള അർത്ഥം. മിസ്രൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈജിപ്ത് അല്ല, ഈജിപ്ത് ആണെന്ന് ചില പണ്ഡിതന്മാരുടെ അഭിപ്രായമുണ്ട്. എങ്കിലും ഈ ഒരു സന്ദർഭത്തിൽ ഏതെങ്കിലും ഒരു പട്ടണത്തിലേക്ക് എന്നാണ് പറയുന്നത്. മിസ്ർ എന്ന് പറഞ്ഞാൽ മീം സ്വാദുറ, മസുർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പട്ടണത്തിൽ താമസമാക്കുന്നതിനാണ് മസുർ എന്ന് പറയുന്നത്. ഇതേ റൂട്ടിൽ നിന്ന് വരുന്ന മിസ്ർ ഒരു പട്ടണം എന്നുള്ള സിറ്റി എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. പിന്നീടാണ് ഈജിപ്തിന് മിസ്ർ എന്നുള്ള പേര് വന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഈജിപ്തിന്റെ പേര് മിസ്ർ ആയി മാറിയത്. അപ്പൊ ഇവിടെ ഈജിപ്ത് അല്ല, ഏതെങ്കിലും ഒരു പട്ടണത്തിലേക്ക് നിങ്ങൾ പോകൂ എന്നാണ് പറയുന്നത്. ഫഇന്നലക്കും, നിശ്ചയമായും നിങ്ങൾക്കുണ്ട്, മാ സഅൽത്തും, എന്താണ് നിങ്ങൾ ചോദിക്കുന്നത്. സഅൽത്തും സീൻ ഹംസ ലാം സഅല സവാൽ സുആൽ ഒക്കെ പറഞ്ഞു നമ്മൾ ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും പട്ടണത്തിലേക്ക് പോകൂ, അവിടെ നിങ്ങൾ ചോദിക്കുന്നതൊക്കെ അവിടെ കിട്ടും. കാരണം വേറെ എല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ ഈ പറഞ്ഞതൊക്കെ, അല്ലെ? ഈ പറഞ്ഞ ചീരയും ഉള്ളിയും തക്കാളിയും ഒക്കെ എല്ലാ സ്ഥലത്തും ഉണ്ട്. ഈ മന്നയും സെൽവയും ഇവിടെ നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് അള്ളാഹ് തന്നതാണ്. ഇവിടെ നിന്നുകൊണ്ട് അത് ചോദിക്കാൻ എന്നെ കൊണ്ട് പറ്റൂല, ഞാൻ ദുആ ചെയ്യൂല. സുബ്ഹാനല്ലാഹ്. ഇഹ്ബിതു മിസ്രൻ ഫഇന്ന ലക്കും മാ സഅൽതും, നിങ്ങൾക്ക് വേണ്ടത് അവിടെ പോയിട്ട് നിങ്ങൾ വാങ്ങിക്കോ. അള്ളാഹുവിന്റെ അടുത്ത് മന്നയ്ക്കും സെൽവയ്ക്കും പകരം വേറൊന്നും ചോദിക്കാൻ എന്നെ കൊണ്ട് പറ്റൂല. ഒരു ചോദ്യം, നമുക്ക് അള്ളാഹുവിന്റെ അടുത്ത് കൂടുതൽ അനുഗ്രഹങ്ങൾ ചോദിക്കാൻ പാടില്ല എന്നുണ്ടോ? അതായത് വെറൈറ്റി ഓഫ് അനുഗ്രഹങ്ങൾ വേണം, വേറെ വേറെ സാധനങ്ങൾ വേണം, അങ്ങനെയൊന്നും ചോദിക്കാൻ പാടില്ല എന്നാണോ ഇവിടെ പറയുന്നത്? ഒരിക്കലും അല്ല, നമുക്ക് ചോദിക്കാം. പക്ഷെ ബനി ഇസ്രായേൽ ഇവിടെ ചോദിച്ചത് എന്തുകൊണ്ടാണ് തെറ്റായി പോയത്? എന്തുകൊണ്ടാണ് മൂസ അലൈഹി ഇസ്ലാമിന് അത് ഇഷ്ടപ്പെടാതിരുന്നത്? കാരണം അവരുടെ ചോദിച്ച രീതി ഒന്ന്, ലന്ന സുബിറ അലാ ത്വആമിൻ, ഞങ്ങൾക്ക് ഇത് മടുത്ത് ഫെഡപ്പ്, അല്ലെ? ഞങ്ങൾക്ക് ഇനി ഇത് പറ്റില്ല, ഇനി എന്നെ കൊണ്ട് ഇത് താങ്ങാൻ പറ്റില്ല, എനിക്ക് മതിയായി. സുബ്ഹാനല്ലാഹ്. നമ്മൾ പറയാറുണ്ടോ? നമ്മൾ ആലോചിച്ച് നോക്കാം. എന്നെ കൊണ്ട് ഇതിൽ എനിക്ക് ക്ഷമ കാണിക്കാൻ പറ്റൂല, എനിക്ക് ഇക്കാര്യത്തിൽ യാതൊരു തൃപ്തിയില്ല, എനിക്ക് ഇത് വേണ്ട, അല്ലെങ്കിൽ പകരം എനിക്ക് ഇന്നത് വേണം. അവരെ ചോദിച്ച രീതിയാണ് അവിടെ തെറ്റായിട്ടുള്ളത്. അവരുടെ അത്യാഗ്രഹം, അവര് ഇൻസൾട്ട് ചെയ്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത ഇത്രയും സുപ്പീരിയർ ആയിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള അനുഗ്രഹത്തിനെ അവര് നിസ്സാരമായിട്ട് കണ്ട് നന്ദികേട് പറയാണ് ചെയ്യുന്നത്, അല്ലെ? അവര് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൊടുത്തതിനെ കുറിച്ച് നന്ദി കാണിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അവര് അതിൽ തൃപ്തരായേനെ, അവര് ഹാപ്പി ആയിരിക്കുമായിരുന്നു. അവര് നന്ദികേട് കാണിച്ചു. കാരണം അവര് അടിമകളായിരുന്നു, അല്ലെ? അവർക്കൊന്നും ഇല്ലാത്തൊരവസ്ഥയിൽ നിന്ന് അവർ വന്നതാണ്. അവിടുന്ന് അവർക്ക് മന്നയും സെൽവയും കൊടുത്തിട്ട് ഇത് ഞങ്ങൾക്ക് വേണ്ടാന്ന് പറയാൻ എത്രമാത്രം അഹങ്കാരികളായിരിക്കും അവര് പറയാൻ എനിക്ക് ഇനിയും വേണം, ഇതുകൊണ്ട് എനിക്ക് നമുക്ക് തൃപ്തരാവാൻ പറ്റൂല. ഒരാള് നന്ദിയുള്ള ആളാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന എല്ലാത്തിനെയും, അത് ചിലപ്പോൾ മറ്റുള്ളവരുടെ കണ്ണില് പോലും വളരെ മോശമാണല്ലോ, എങ്ങനെയാണ് ഇത് നിങ്ങൾ സഹിക്കുന്നത് എന്ന് ചോദിച്ചാൽ പോലും അതിനെ പോലും നന്ദിയോടുകൂടി കാണുന്നവർ, അതിനെ പോലും വാല്യൂ ചെയ്യുന്നവരാണ് നന്ദിയുള്ളവര്. അതില് പോലും ഒരു പോസിറ്റിവിറ്റി കാണുന്നവരാണ് നന്ദിയുള്ളവര്. പക്ഷെ ചിലര് ഞാൻ ഇങ്ങനെ കയറ്റും, എനിക്കിതില്ല,
അന്ന് ഞാൻ ഇന്നതൊക്കെയാണ് എന്ന് വിചാരിക്കുമ്പോൾ അവർക്ക് ഇനി എന്തുണ്ടെങ്കിലും ഉള്ളതായിട്ട് തോന്നൂല. വല്ലാത്തൊരവസ്ഥയായിപ്പോയി, ഞാൻ എത്ര ഇതാക്കിയിട്ട് അവർ അങ്ങനെ ആയിപ്പോയി, ഞാൻ എത്ര ഇതാക്കിയിട്ട് എനിക്കിതില്ല, എന്നെ കൊണ്ട് ഇനി ഇത് പറ്റൂല. അത് നന്ദികേടിന്റെ ലക്ഷണമാണ്, അഹങ്കാരത്തിന്റെ ലക്ഷണമാണ്. എത്രത്തോളം നന്ദികേടാണ് അവര് കാണിച്ചത്. അതുകൊണ്ടാണ് മൂസ അലൈഹി ഇസ്ലാം അവരുടെ കാര്യത്തില് ഇഷ്ടക്കേട് കാണിക്കുന്നത്. ആദ്യം തന്നെ അവർക്ക് ഒരു ദൈവത്തിനെ വേണമായിരുന്നു അല്ലെ, മറ്റുള്ളവരെ എന്താണ് വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന കണ്ടപ്പോ അവർക്ക് അത് വേണം. ഇപ്പൊ അവർക്ക് മറ്റുള്ളവർ കഴിക്കുന്ന ഫുഡ് വേണം. നമ്മളൊക്കെ പ്രശ്നം ഇതല്ലേ, മറ്റുള്ളവർക്കുള്ളത് നമുക്കില്ലാത്തതല്ലേ നമ്മളെ പ്രശ്നം. ഇതാണ് എന്റേത്, അള്ളാഹ് ഇങ്ങനെയാണ് എന്റേത് എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലേ. എനിക്ക് വേണ്ടിയിട്ട് അള്ളാഹു എഴുതിയ സ്ക്രിപ്റ്റ് ഇതാണ്, എനിക്ക് വേണ്ടി അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത്. അത് മെറ്റീരിയലിസ്റ്റിക്, അതായത് സാധനങ്ങളാണെങ്കിലും ആളുകളാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും എനിക്ക് അള്ളാഹു എഴുതിയത് ഇതാണ്, അല്ലെങ്കിൽ ഇങ്ങനെയാണ് എന്റെ ലൈഫ് അള്ളാഹു പ്ലാൻ ചെയ്തതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല അല്ലേ. പക്ഷെ നമുക്ക് എപ്പോഴും അവർക്കതുണ്ടല്ലോ, എനിക്കല്ല ഇല്ലാത്തത്. അവർക്ക് നല്ല മക്കളുണ്ടല്ലോ, എനിക്ക് നല്ല മക്കളില്ല. അവർക്ക് നല്ല വീടുണ്ടല്ലോ, എനിക്ക് നല്ല വീടില്ല. അവർക്ക് നല്ല ഭർത്താവുണ്ടല്ലോ, എനിക്കതില്ല. അപ്പോഴാണ് നമുക്ക് പ്രശ്നം വരുന്നത്. അത് തന്നെയാണ് ഇവിടെ അവരും കാണിച്ചത്. അവര് കണ്ടില്ലേ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന, എന്നാ ഞങ്ങളും ആരാധിക്കട്ടെ. അവർക്ക് കണ്ടില്ലേ ഉള്ളിയും തക്കാളി ഇന്ന് നമുക്കും പോരട്ടെ. നമുക്ക് ഇത്രയും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സാധനമാണ് ഉള്ളത് എന്നുള്ളത് അവർക്കത് മനസ്സിലായിട്ടില്ല. അവരവരുടെ റബ്ബിനെ മനസ്സിലാക്കിയില്ല. ശരിയായ റബ്ബ് അവരുടെ അടുത്തുണ്ട്. അവരെന്താ സഹായിക്കണ്ടെന്ന് വിചാരിച്ച് നിൽക്കുന്നുണ്ടെന്നുള്ളത് അവർക്ക് മനസ്സിലായിട്ടില്ല. അവര് അങ്ങേയറ്റം നന്ദി കെട്ടവരായിരുന്നു. മന്നയും സൽവയും കൊടുത്തിട്ട് അവര് നന്ദികേട് കാണിച്ചു. ഈ മരുഭൂമിയിലും അല്ലെ, ഒന്നും കിട്ടാത്ത ഒരു സ്ഥലത്ത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കാരുണ്യത്തിന്റെ പുറത്ത് അള്ളാഹു അത് കൊടുത്തു. ഇനിയിപ്പോ അവര് ചോദിക്കുന്നത് അവർക്ക് കൃഷി ചെയ്ത് ഉണ്ടാക്കുന്ന സാധനങ്ങളെയാണ്. ആരെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് വന്നു കഴിഞ്ഞാൽ എത്ര നല്ലതൊന്നും എനിക്ക് വേണ്ട, എനിക്ക് എന്തെങ്കിലും ബെടക്ക് മതി എന്ന് ചോദിക്കുന്ന പോലത്തെ ഒരു കാര്യമാണ് അവര് ചോദിക്കുന്നത്. നമ്മളൊക്കെ ഭിക്ഷക്കാരാണ് അല്ലെ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മുമ്പിൽ കൈനീട്ടി ചോദിക്കുന്നവരാണ്. നമ്മൾ പറയാറുണ്ട് ദാനം കൊടുക്കുന്ന പശുവിന്റെ പല്ല് എണ്ണി നോക്കരുത് എന്നല്ലേ. അള്ളാഹു സുബ്ഹാനഹു വതആല തരുന്ന ദാനമാണ് ഒക്കെ. അവിടെ ഇത് ഇങ്ങനത്തെ അല്ല, എനിക്ക് അങ്ങനത്തെയാണ് വേണ്ടതെന്ന് പറയാൻ നമുക്ക് ഒരു വോയിസും ഇല്ല. ഇവിടെ അവര് ശരിക്കും അവര് ഭിക്ഷക്കാരാണ് അല്ലെ. അവര് അള്ളാഹു സുബ്ഹാനഹു വതആല അത്രയും മോശപ്പെട്ട ഒരു അവസ്ഥയിൽ നിന്ന് നല്ലൊരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്നത് അള്ളാഹുവിന്റെ ഔദാര്യാണ്. എന്നിട്ട് അവിടെ നിന്നും അവർക്ക് കിട്ടിയ ദാനം കിട്ടിയ പശുവിന്റെ പല്ലിന് എണ്ണാണ് അവര്. സുബ്ഹാനല്ലാഹ്. അവരുടെ ഉത്തരവാദിത്വം എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വതആല അവരെന്തിനാ തെരഞ്ഞെടുത്തത്? ഈ ലോകവും അവിടുത്തെ സുഖം അനുഭവിക്കാനാണോ? അല്ല. പക്ഷെ അവരുടെ ഫോക്കസ് ഈ ദുനിയാവായി പോയി. അവരുടെ ഫോക്കസ് അള്ളാഹു ഉദ്ദേശിച്ചത് ദീനായിരുന്നു അല്ലെ. ദീൻ അള്ളാഹു സുബ്ഹാനഹു വതആല തൗറാത്ത് വഴി അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ദീനിൽ നിന്ന് പ്രയോജനം ഉൾക്കൊള്ളാൻ, അത് ഫോളോ ചെയ്യാൻ, അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ. പക്ഷെ അവര് ദുനിയാവിനെ ചേസ് ചെയ്യാൻ തുടങ്ങി. അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ മറന്നു തുടങ്ങി. അവരിപ്പം അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് ആദ്യം ഇതൊക്കെ കൊടുക്കാറുണ്ടല്ലേ, ഉള്ളിയും തക്കാളിയൊക്കെ. അങ്ങനെ അവർ കൃഷി ചെയ്തോട്ടെ എന്ന് വിചാരിക്കായിരുന്നു. അപ്പൊ അവർക്ക് ദീൻ പഠിക്കാനുള്ള സമയം കിട്ടൂല. അപ്പൊ അള്ളാഹു അവരെ ആ പ്രയാസങ്ങളിൽ നിന്നൊക്കെ മാറ്റി അവർക്ക് എളുപ്പം കൊടുത്തു. പക്ഷെ നമ്മളൊക്കെ പലപ്പോഴും നമുക്ക് അതുപോലെയുള്ള എളുപ്പങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല തന്നാലും കാണൂല. ആ എളുപ്പത്തിലും എന്തെങ്കിലും പ്രയാസം തപ്പി കണ്ടുപിടിച്ചിട്ട് അല്ലോ എന്റെ ലൈഫ് ഇങ്ങനെയാണ് റബ്ബേ, ഞാൻ എങ്ങനെ പഠിക്കാനാ, എനിക്ക് സമയമില്ല, ഞാൻ എങ്ങനെ അതാക്കാനാ, എനിക്ക് സമയമില്ല എന്ന് പറയാനാണ് നമുക്ക് എല്ലാവർക്കും താല്പര്യം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ ദീൻ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഓരോരുത്തർക്കും യോജിച്ച രീതിയിൽ അതിനുള്ള സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ടാവും. നമ്മൾ മറ്റുള്ളവരെ നോക്കിയിട്ടല്ല നമ്മുടെ സാഹചര്യങ്ങൾ വിലയിരുത്തേണ്ടത്. അള്ളാഹു നമ്മളെ ഇത് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, അള്ളാഹു നമ്മൾക്ക് അത് എത്തിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അള്ളാഹു ആ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്. അപ്പം അവര് ദുന്യാവിന്റെ പിന്നാലെ പോയി. അതുകൊണ്ട് അവർക്ക് അള്ളാഹു കൊടുത്ത സ്പെഷ്യൽ ബ്ലെസ്സിംഗ് ഒന്നും അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. മൂസ അലൈഹി ഇസ്ലാം അവരോട് ദേഷ്യം വരികയാണ്. മൂസ അലൈഹി ഇസ്ലാമിന് നിങ്ങൾ ഇറങ്ങി പോയിക്കോ, ഏതെങ്കിലും പട്ടണത്തിലേക്ക് പോയിക്കോ, അവിടെ നിങ്ങൾക്ക് വേണ്ടതൊക്കെ അവിടെ ഉണ്ടാവും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ പോണില്ല. തുടർന്ന് വദുരിബത് അലൈഹിമു ദില്ലതു വൽ മസ്കന, അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ് ദില്ലയും മസ്കനയും അവരുടെ മേല് അടിച്ചേൽപ്പിച്ചു. ദുരിബത് ദറബ, അടിക്കുക, അടിച്ചേൽപ്പിക്കുക. ഏതെങ്കിലും ഒന്നിന് വേറെ ഒന്നുകൊണ്ട് അടിക്കുന്നതിനാണ് ദർബ എന്ന് പറയുന്നത്. ദുരിബത് അലൈഹിം, അവരുടെ മേലെ അടിച്ചേൽപ്പിക്കപ്പെട്ടു. അത് അവരുടെ മേലെ ഹിറ്റായി. എന്ത്? അദില്ലതു വൽ മസ്കന. ദില്ല ലാം നിന്ദ്യത, ഒക്കെ അപമാനം. ഒരാള് അവരുടെ മേലെ തന്നെ അപമാനം വിളിച്ചു വരുത്തുന്നതിനാണ് ദില്ല എന്ന് പറയുന്നത്.
എന്തെങ്കിലും ഒരു കാര്യം തെറ്റായ രീതിയിൽ ചെയ്തിട്ട് അവന് തന്നെ നാണക്കേട് ഉണ്ടാക്കുന്നതിനാണ് ദില്ല എന്ന് പറയുന്നത്. വൽ മസ്കന, മസ്കന എന്ന് പറഞ്ഞാല് ദാരിദ്ര്യം അല്ലെങ്കിൽ ഡിപ്പെൻഡൻസ്, എന്തെങ്കിലും എന്ന് വെച്ചാൽ മതിയാവാത്ത ഒരു അവസ്ഥ. സുക്കൂൻ, മിസ്കീൻ ഒക്കെ നമ്മൾ മുമ്പ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാണ്, അതുകൊണ്ട് അതിലേക്കൊന്നും പോണില്ല, റൂട്ടിലേക്കൊന്നും പോണില്ല. മസ്കന എന്ന് പറഞ്ഞാല് ദാരിദ്ര്യം, ഇല്ലായ്മ. ഇല്ലായ്മ കാരണം എന്താ, അവനെ എന്ത് കാര്യത്തിനും വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്ന അവസ്ഥ. വദുരിബത് അലൈഹിമു ദില്ലത്തു വൽ മസ്കൻ, അവരുടെ മേലെ ദാരിദ്ര്യവും നിന്ദ്യതയും അടിച്ചേൽപ്പിച്ചു. അവര് എന്ത് ചെയ്തു കഴിഞ്ഞാലും എന്താണ് നിന്ദ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരിനിയിപ്പോ എന്ത് ചെയ്തു കഴിഞ്ഞാലും ആളുകൾ അവരെ നിന്ദ്യമായിട്ടേ നോക്കി കാണുള്ളൂ. അവരെന്ത് അച്ചീവ് ചെയ്തു കഴിഞ്ഞാലും ആളുകളിൽ നിന്ന് അവർക്കൊരു റെസ്പെക്ട് കിട്ടുന്നില്ല. അതേപോലെ അവർക്ക് ഇനി എന്തൊക്കെ ഉണ്ടെങ്കിലും അവർക്ക് അവരുടെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ അവർ മറ്റുള്ളവരുടെ മേലെ ഡിപ്പെൻഡന്റ് ആണ്. എന്റെ എന്തെങ്കിലും കാര്യം നടക്കണമെങ്കിൽ ഡിപ്പെൻഡന്റ് ആണ്. ഇസ്രായേലിന്റെ ഹിസ്റ്ററി പരിശോധിച്ചാൽ തന്നെ നമുക്ക് കാണാം, അവരെന്തൊക്കെ നേടിയവരാണെങ്കിലും ആളുകൾക്ക് ഇസ്രായേലിനോട് ഒരു റെസ്പെക്ട് ഇല്ല, അല്ലെ? സുബ്ഹാനല്ലാഹ്. അവർ ഒരുപാട് കാര്യത്തിൽ മുന്നിലാ ഇസ്രായേല്. ഒരുപാട് ബിസിനസിന്റെ കാര്യത്തിലും ടെക്നോളജിന്റെ കാര്യത്തിലൊക്കെ അവർ ഒരുപാട് മുന്നിലാണ്. പക്ഷെ ആളുകൾക്ക് അവരോട് ഒരു റെസ്പെക്റ്റും ഇല്ല. എന്തൊക്കെ അവര് അച്ചീവ് ചെയ്ത്, എത്ര പവർ ഉണ്ടെന്നുണ്ടെങ്കിലും അവർക്ക് നിലനിൽക്കണമെങ്കിൽ മറ്റുള്ളവരുടെ മേലെ അവർ ഡിപ്പെൻഡന്റ് ആണ്. ഹിസ്റ്ററി മുഴുവനും ബനി ഇസ്രായേലിന്റെ മുമ്പും ബനി ഇസ്രായേലിന്റെ ശേഷവും ഒക്കെ അല്ലെങ്കിൽ മൂസ അലൈഹി ഇസ്ലാമിന്റെ ശേഷവും ഇപ്പോഴും അവര് അങ്ങനെ തന്നെയാണ്. അപ്പം അവര് അനുസരണക്കേട് കാണിച്ചപ്പം അവര് വിപ്ലവകാരികളായി മാറിയപ്പോ ദുരിബത് അലൈഹിമു ദില്ലത്തു വൽ മസ്കന. അപ്പം മസ്കന അല്ലെങ്കിൽ ദാരിദ്ര്യം എന്ന് പറയുന്നത് വെറും ധനം കൊണ്ടുള്ള ദാരിദ്ര്യം അല്ല, അല്ലെ? നമുക്കറിയാം ശരിയായ ദാരിദ്ര്യം എന്ന് പറയുന്നത് ഹൃദയത്തിന്റെ ദാരിദ്ര്യമാണ്. ഹൃദയത്തിന് ദാരിദ്ര്യമുള്ള ആൾക്ക് എത്ര ഉണ്ടെങ്കിലും എന്താണ് മതിയാവൂല, തികഞ്ഞൊന്നും തോന്നില്ല, സംതൃപ്തി ഉണ്ടാവില്ല. കാരണം അവര് ദുന്യാവിനെയാണ് ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെ? ദുന്യാവിൽ എന്ത് കിട്ടിക്കഴിഞ്ഞാലും അവർക്ക് മതിയാവൂല. ഇനി ദുന്യാവില് എപ്പോഴും എന്തെങ്കിലും ദുന്യാവിൽ ഇല്ലാത്ത പരാതികളായിരിക്കും. പക്ഷെ ആഹ്റത്തിനെ ചേസ് ചെയ്യുന്നവര് സംതൃപ്തി ഉള്ളവരായിരിക്കും, ഹൃദയത്തില് തൃപ്തിയുള്ളവരായിരിക്കും. അപ്പം അവരുടെ മേൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ദില്ല വൽ മസ്കന ആണ് അടിച്ചേൽപ്പിച്ചത്. തുടർന്ന് വബാഉ ബിഗദബിൻ മിനല്ലാഹ്. ബാ വാവ് ഹംസ. ബാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സാധനം കൊണ്ട് തിരിച്ചു വരാ, എന്തെങ്കിലും ഒരു കാര്യം അവനവന്റെ മേലെ കൊണ്ടുവരാ എന്നൊക്കെയാണ് അർത്ഥം. എന്താണ് അവർ കൊണ്ടുവന്നത്? ബിഗദബിൻ മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള കോപം. ഗൈറിൽ മഗ്ദൂബി അലൈഹിം, അല്ലെ? ഗദബ്, അള്ളാഹുവിന്റെ കോപം, അള്ളാഹുവിന്റെ ശിക്ഷ. സുബ്ഹാനല്ലാഹ്. ശരിക്കും നമ്മള് ഇതിപ്പോ ബനൂ ഇസ്രായേലിന് സൽക്കാലം ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മളിലേക്കൊന്ന് വരാം. നമ്മൾ ഇത്തരത്തിലുള്ള ഒരു നിന്ദ്യത അനുഭവിക്കുന്ന ആളുകളാണോ ഇപ്പം? ദില്ലത്തു വൽ മസ്കന. നമ്മൾ ഏതെങ്കിലും രീതിയിലുള്ള ഫിർഔനുകൾ കാരണം പീഡിപ്പിക്കപ്പെടുന്ന അവസ്ഥയിലാണോ ഉള്ളത്? സുബ്ഹാനല്ലാഹ്. ഇന്നലെയും കൂടെ ഒരു ന്യൂസ് വന്നു, അല്ലെ? ഒരു പള്ളിയില് പൂജ നടത്താൻ വേണ്ടിയിട്ട് കോടതി അപ്രൂവൽ കൊടുത്തിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഇതുപോലെ പലതും നമ്മൾ നിന്ദിക്കപ്പെടുന്ന, നമ്മൾ അടിച്ചമർത്തപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണെന്ന് നമ്മൾ ചിന്തിക്കുക. നമ്മളും അല്ലെ അവരെ പോലെ വളരെയധികം ആദരിക്കപ്പെട്ട ഒരു കൗമാണ്. നമ്മളുടെ കയ്യിൽ വളരെയധികം വിശേഷപ്പെട്ട ഒരു ഗ്രന്ഥമുണ്ട്. അത് മുന്നോട്ട് കൊണ്ടുപോകണ്ടേ, അത് നമ്മളുടെ ജീവിതത്തിൽ എടുത്തിട്ട് മറ്റുള്ളവർക്ക് ആ വെളിച്ചം കാണിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ച ആൾക്കാരാണ് നമ്മള്. പക്ഷെ എനിക്കും നിങ്ങൾക്കും ഇതിനകത്തുള്ളത് എന്താന്ന് ഇപ്പോഴും അറിയൂല. സുബ്ഹാനല്ലാഹ്. നമ്മുടെ കയ്യിൽ അള്ളാഹു തന്നിട്ടുള്ള ഈ വിശേഷപ്പെട്ട ഗ്രന്ഥത്തിനകത്തുള്ളത് എന്താന്ന് നമുക്ക് അറിഞ്ഞാലല്ലേ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ട് ബാക്കിയുള്ളവരുടെ ജീവിതത്തിലേക്ക് കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലെ? എനിക്ക് അറിയൂലെങ്കിൽ പിന്നെ എങ്ങനെ ഞാൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്? ശരിക്കും വിറച്ചു പോകേണ്ട ഒരു കാര്യമല്ലേ ഇതിലേക്ക് ചിന്തിക്കുമ്പോൾ. നമ്മളെ ഒരു ഡ്യൂട്ടിക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു മിഷന് വേണ്ടിയിട്ട്. നമ്മൾ ആ മിഷൻ അവിടെ സൈഡാക്കി വെച്ചിട്ട് നമ്മൾ വേറെ പലതിന്റെയും പിന്നാലെ, നമുക്ക് ആ പരിപാടി പ്ലാൻ ചെയ്യാം, അതിനെന്താ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നത്, എവിടെയാ നമ്മൾ പോണത്, എന്ത് വെറൈറ്റി ഫുഡുകളാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, അല്ലെ? ആരെങ്കിലും വീട്ടിലേക്ക് വിളിക്കുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ചിന്തിക്കുന്നത് അവർക്ക് എന്ത് ഭക്ഷണമാണ് കൊടുക്കുക, നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ അവിടെ എന്താ ഉണ്ടാവുക. അപ്പം അതൊരു സൈഡില് ഒരു ഉമ്മത്ത് എന്ന നിലയിൽ നമ്മളിലേക്ക്, അല്ലെ? ഞാൻ എൻ്റെ ശരീരം, എൻ്റെ മുഖം, എൻ്റെ മുടി, എൻ്റെ വീട്, എൻ്റെ കുടുംബം, എൻ്റെ കുട്ടികള്, എൻ്റെ വിദ്യാഭ്യാസം, എൻ്റെ ജോലി, അല്ലെങ്കിൽ എൻ്റെ പ്രശ്നങ്ങള്,
എൻ്റെ കുട്ടികളെ അസുഖം, എൻ്റെ ഭർത്താവിൻ്റെ അസുഖം, എൻ്റെ അതിൽ നമ്മൾ ഒതുങ്ങി പോവാണ്. നമുക്ക് നമ്മളെ മിഷൻ എന്നുള്ള കാര്യം മറന്നേ പോയില്ലേ. എൻ്റെ പ്രശ്നങ്ങൾ, അതിൻ്റെ മുകളിലുള്ള കരച്ചിലും പരാതികളും പരിക്കും. നമ്മളെ കയ്യിൽ ഒരു മിഷൻ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുണ്ട്. അത് ഈ ഞാൻ എന്നുള്ളതിനേക്കാളും മേലെയാണ് നമ്മളെ കയ്യിൽ അള്ളാഹു തന്നിട്ടുള്ള മിഷൻ. അള്ളാഹു നമ്മളെ മേലെ ഏൽപ്പിച്ചിട്ടുള്ള ഈ ഉത്തരവാദിത്തം, ഖിലാഫത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആ മിഷന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ, നമ്മൾ ആ മിഷന് മേലെയാണ് നമ്മുടെ ജീവിതമെങ്കിൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ആദരവ് തരും. ദില്ലയും മസ്കനയും നമ്മളെ ബാധിക്കില്ല. നമ്മളെ ദില്ലത്തും മസ്കനത്തും ബാധിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ ആസ് എ പേഴ്സൺ, ഒരു വ്യക്തി എന്ന നിലയിൽ, ഒരു കുടുംബം എന്ന നിലയിൽ, ഒരു സമൂഹം എന്ന നിലയിൽ, ഒരു രാജ്യം എന്ന നിലയിൽ നമുക്ക് ദില്ലത്തും മസ്കനത്തും ബാധിച്ചിട്ടുണ്ടെങ്കിൽ പോയവരായത് കൊണ്ടാണ്. ഇവിടെ നമ്മൾ ഈ ഒരു ഉത്തരവാദിത്വത്തിന് വേണ്ടി അള്ളാഹു നമ്മളെ ഏൽപ്പിച്ച ഈ ഒരു മിഷന് വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് എന്നുണ്ടെങ്കിൽ, അതാണ് നമ്മളുടെ ചിന്തകൾ, അതാണ് നമ്മളുടെ ആകുലതകൾ എന്നുണ്ടെങ്കിൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മേല് ഇസ്സത്ത് തരാ, നമ്മളെ ആക്കും അള്ളാഹു സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമുക്ക് ദാരിദ്ര്യമല്ല, റിച്ച്നെസ് ആണ് നമുക്ക് ഇട്ട് തരാ. ഈ ദുനിയാവിലും അള്ളാഹു തരും. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ബിഇദ്നില്ലാ നമുക്ക് പരലോകത്തും അത് അള്ളാഹു സുബ്ഹാനഹു വ തആല തരും. പക്ഷെ നമ്മളെ പ്രശ്നം, നമ്മൾ ആ മിഷനെ അങ്ങോട്ട് സൈഡിലേക്ക് മാറ്റി വെച്ചോ. അള്ളാഹ് അങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ടാവും അല്ലെ. എനിക്ക് എൻ്റെ കാര്യം, എൻ്റെ കുടുംബം, എൻ്റെ കുട്ടികള്, എൻ്റെ രോഗം, എൻ്റെ പ്രശ്നം, അതിൽ എല്ലാവർക്കും എന്നും പറയാനുള്ളൂ അല്ലെ. എനിക്ക് എൻ്റെ മിഷൻ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാന്ന് എനിക്ക് അറിയില്ല എന്ന് പരാതി പറയുന്നവർ എത്ര പേരുണ്ട് നമ്മളുടെ കൂട്ടത്തില്. എനിക്ക് ആ സമൂഹത്തിലേക്ക് ദീൻ എത്തിക്കണം, അതെങ്ങനെയാ ചെയ്യേണ്ടതെന്നുള്ള പരാതികൾ നമ്മൾ മറ്റുള്ളവരോട് പറയുന്നത്. ആര് നമുക്കിപ്പം പ്രത്യേകിച്ച് ഈ ഫീൽഡിലുള്ളവർക്ക് അറിയാലേ, നമുക്ക് ഒരു ദിവസം എത്രയോ മെസ്സേജുകൾ കിട്ടുന്നുണ്ട്. അതിനൊക്കെ നമ്മൾ എല്ലാവരും നമ്മൾ ഉൾപ്പെടെ, പറയുന്ന ഞാൻ ഉൾപ്പെടെ കുടുങ്ങി കിടക്കുന്നത് എൻ്റെ പ്രശ്നങ്ങളിലാണ്. ഈ മിഷൻ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തത്തിൽ എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട്, അതെങ്ങനെ ചെയ്യുന്നുള്ള ചോദ്യങ്ങൾ 1% പോലും നമുക്ക് കിട്ടാറില്ല അല്ലെ, നമ്മളും ചോദിക്കാറില്ല. അപ്പൊ ഈ ദില്ലത്തു വൽ മസ്കന ബിഗദബിൻ മിനല്ലാഹ് എന്നൊക്കെ കേൾക്കുമ്പം ശരിക്കും പേടിയാവുക. ലജ്ജ തോന്നുക. എങ്ങനെയാണ് നമ്മൾ ബനി ഇസ്രായേലിനെ കുറിച്ച് സംസാരിക്കുക? നമ്മൾ നമ്മളെ തന്നെയല്ലേ അതിനകത്ത് കാണേണ്ടതല്ലേ? നമുക്ക് ബനി ഇസ്രായേലിനെ കുറിച്ച് ചിന്തിക്കാൻ പോലുള്ള അധികാരം ഇല്ലാന്ന് തോന്നുക. അപ്പം അവരുടെ മേല് വലിയൊരു പണിഷ്മെന്റ് ആണ് വരുത്തി വെച്ചത്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കോപം. അള്ളാഹു വെറുതെ അവരോട് കോപിക്കോ? ഒരു റീസണും ഇല്ലാണ്ട് ഇല്ല അല്ലെ. ഉറപ്പായിട്ടും അതിനൊരു കാരണമുണ്ട്. അള്ളാഹു പറയാണ് ദാലിക, അതെന്താണ്? അവരുടെ മേലെ അള്ളാഹു പണിഷ്മെന്റ് ഇറക്കിയതിന്റെ, ഒന്നിനു പുറകെ ഒന്നായിട്ട് പണിഷ്മെന്റ് ഇറക്കിയതിന്റെ കാരണം എന്താണ്? ബി അന്നഹും, നിശ്ചയമായും അവർ അവർ ആയിരുന്നു, യക്ഫുറൂന ബി ആയാത്തില്ലാഹി, അവർ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ആയാത്തുകളിൽ അവിശ്വസിച്ചവരായിരുന്നു. യക്ഫുറൂന ബി ആയാത്തില്ലാഹി, അവർ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ആയാത്തുകളിൽ അവിശ്വസിച്ചവരായിരുന്നു. യക്ഫുറൂന കാഫ റ, ആയാത്ത്, ആയത്തിന്റെ പ്ലൂറലാണ് ആയാത്ത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ആയത്തുകൾ 2 തരത്തിലാണ്. ആയത്ത് ശർഈ, അതായത് മതപരമായിട്ടുള്ള ആയത്തുകൾ, അതായത് ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയിട്ടുള്ള ഓരോ വചനങ്ങളും, ഓക്കെ, അതൊക്കെ ആയത്ത് ശർഈ ആണ്. മറ്റേത് ആയത്ത് ഖൗനി, അതായത് നമ്മളുടെ ചുറ്റും അള്ളാഹു സുബ്ഹാനഹു വ തആല സ്ഥാപിച്ചിട്ടുള്ള ഒരുപാട് അടയാളങ്ങളുണ്ട്, ഒരുപാട് തെളിവുകളുണ്ട്, എന്തും അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഓർമ്മിപ്പിക്കുന്ന ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. അപ്പം അവര് രണ്ടിലും അവിശ്വസിച്ചവരായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ആയാത്തുകൾ അവര് അവിശ്വസിച്ചവരായിരുന്നു. അത് 2 രീതിയിലും നമുക്ക് മനസ്സിലാക്കാം. ആയാത്ത് ശർഈ എടുക്കുകയാണെങ്കിൽ അവരതിനകത്തും അവിശ്വസിച്ചിട്ടുണ്ട് അല്ലെ. കാരണം മൂസ അലൈഹിസ്സലാം അവരുടെ മുന്നിൽ തൗറാത്ത് കൊണ്ടുവന്നപ്പോൾ അവരെന്താ പറഞ്ഞേ? ഞങ്ങള് ഒരിക്കലും വിശ്വസിക്കാൻ പോണില്ല അള്ളാഹുവിനെ, എന്താണ്, അള്ളാഹുവിനെ നേരിട്ട് കാണുന്നത് വരെ.
അപ്പൊ അവര് ശർഈയായ ആയത്തുകളിൽ അവിശ്വസിച്ചവരാണ്. യക്ഫുറൂന ബി ആയാത്തില്ലാഹി. ഇനി അവർ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കൗനിയായ ആയത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് കൊടുത്ത അനുഗ്രഹങ്ങളുണ്ട് ഇഷ്ടം പോലെ. സുബ്ഹാനല്ലാഹ്, മഞ്ഞയും സെൽവയും വെള്ളവും മേഘങ്ങളും, അതിലൊക്കെ അവര് നന്ദികേട് കാണിച്ചവരാണ്. അവർ അതിനെയും അവിശ്വസിച്ചവരാണ്, അങ്ങേയറ്റം നന്ദികേട് കാണിച്ചവരാണ്. യക്ഫുറൂന ബി ആയാത്തില്ലാഹി, അതാണ് അവര് ചെയ്ത തെറ്റ്. അള്ളാഹു അവരെ വെറുതെ അല്ല ശിക്ഷിച്ചതില്ലേ. വബാഉ ബിഗദബിൻ മിനല്ലാഹ് എന്ന് പറയുമ്പോൾ അതിനുള്ള കാരണം അള്ളാഹു പറയാണ്, ദാലിക ബിഅന്നഹും കാനൂ യക്ഫുറൂന ബിആയാത്തില്ലാഹ്. അവര് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ എന്താക്കിയവരാണ്? അവിശ്വസിച്ചവരാണ്. ഇനി അവർ ചെയ്ത അടുത്ത തെറ്റെന്താണ്? വയഖ്തുലൂന നബിയ്യിന ബിഗൈരിൽ ഹഖ്. അവരവരുടെ പ്രവാചകന്മാരെ ഒരു ഹക്കും ഇല്ലാതെ, ന്യായമില്ലാതെ കൊലപ്പെടുത്തിയിരുന്നവരായിരുന്നു. ഖാഫ് ത ലാം ഖത്ൽ. യഖ്തുലൂന, ഖത്ൽ എന്ന് വെച്ചാൽ കൊല്ലുക. അവർ കൊന്നിരുന്നു. നബിയിന, നബിയിന്റെ പ്ലൂറലാണ് നബിയിന, പ്രവാചകന്മാരെ. അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരെ ഹിദായത്തിലാക്കാൻ വേണ്ടിയിട്ട്, അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി അയച്ചിട്ടുള്ള പ്രവാചകന്മാരെ അവര് കൊന്നൊടുക്കിയിരുന്നു. സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. പ്രവാചകന്മാരെ കൊല്ലുക എന്ന് വെച്ചാൽ, കാരണം അവരിലേക്ക് നമുക്കറിയില്ല, ഒരുപാട് പ്രവാചകന്മാർ വന്നിട്ടുണ്ടെന്നാ പറയപ്പെടുന്നത് അല്ലെ. ഈ പ്രവാചകന്മാരൊക്കെ വരുമ്പോഴും പലതും അവരെ ഉപദേശിക്കും, അത് ശരിയല്ല, ഇത് ശരിയല്ല എന്നൊക്കെ. അവർക്ക് അവരുടെ നഫ്സിനെതിരെ എന്ത് പറയുമ്പോഴും അവർക്ക് ഇഷ്ടപ്പെടൂല. അടുത്തത് അവർ പ്ലാൻ ചെയ്യുക ആ പ്രവാചകനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്. അവർ ഒരുപാട് പ്രവാചകന്മാരെ കൊന്നിട്ടുണ്ടെന്നാ പറയപ്പെടുന്നത്. യഹ്യ അലൈഹി ഇസ്ലാമിനെ അവരെ തല കളഞ്ഞു എന്നാ പറയുന്നത്. സക്കരിയ അലൈഹി ഇസ്ലാമിനെ അവർ കൊല്ലാൻ ശ്രമിച്ചു. ഈസ അലൈഹി ഇസ്ലാമിനെ അവർ കൊല്ലാൻ ശ്രമിച്ചു. ഈവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലും അവർ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്. മദീനയില് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഒരു ജൂത ഗോത്രത്തില് ഒരു മോചന ദ്രവ്യത്തിന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടി, മൊത്തത്തിൽ മദീനയിൽ എല്ലാവരും കൊടുക്കേണ്ടതാണ്. അപ്പം അവരുടെ അടുത്തും ഇതുപോലെ സംസാരിച്ച് അതൊന്ന് നെഗോഷിയേറ്റ് ചെയ്യാൻ വേണ്ടി പോയപ്പം പോയി അവരുടെ അടുത്ത് ഇരിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുമ്പോൾ അവര് പ്ലാൻ ചെയ്യാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്നതിന്റെ തൊട്ട് അടുത്തുള്ള ബിൽഡിങ്ങിന്റെ മുകളിൽ ഒരാൾ ഒരു വലിയ പാറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലേക്ക് ഇടണം എന്ന്, അങ്ങനെ കൊല്ലാൻ വേണ്ടിയിട്ട്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആല ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ അയച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ അതിൽ നിന്ന് രക്ഷിച്ചു. വേറൊരു ജൂത സ്ത്രീ വിഷം കൊടുത്തിട്ട്, അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമനെ കുറച്ച് സ്വഹാബിമാരെയും ഒരു ഫീസ്റ്റിന് വേണ്ടി ക്ഷണിച്ചിട്ട് വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചതായിട്ടുള്ള വേറൊരു റിപ്പോർട്ടുമുണ്ട്. അപ്പൊ യഖ്തുലൂന നബിയ്യിന ബിഗൈരിൽ ഹഖ്, യാതൊരു ന്യായവും നീതിയും ഇല്ലാതെ അവർ പ്രവാചകന്മാരെ കൊല്ലാൻ ശ്രമിച്ചു. യാതൊരു നീതിയുമില്ലാതെ, സത്യവുമില്ലാതെ. എങ്ങനെയെങ്കിലും എന്തെന്നെയാണെങ്കിലും പ്രവാചകന്മാരെ കൊല്ലുന്നതിൽ എന്തെങ്കിലും നീതിയുണ്ടോ? ഒരിക്കലും ഇല്ല അല്ലെ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ ബിഗൈരിൽ ഹഖ് എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അത് അവരുടെ അവര് ചെയ്യുന്ന തിന്മയുടെ പീക്ക്, അതിന്റെ ഒരു ഗൗരവം, ആഴം കാണിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അതിന് ഒരു ലെവലും കൂടെ ബിഗൈരിൽ ഹഖ് എന്ന് പറയുന്നത്. ഹഖ്, ഖാഫ് നമ്മൾ മുന്നേയും കണ്ടിട്ടുണ്ട്, സത്യം അല്ലെങ്കിൽ നീതി. അപ്പം ഇതൊക്കെയായിരുന്നു അവർ ചെയ്തിട്ടുള്ള തിന്മകള്. അവര് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ആയത്തുകളെ നിഷേധിച്ചു, പ്രവാചകന്മാരെ കൊന്നു. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ മേലെ ശിക്ഷ ഇറക്കിയത്. അവരെന്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ ആയത്തുകളെ നിഷേധിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പ്രവാചകന്മാരെ കൊല്ലാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിച്ചത്? എന്തുകൊണ്ടാണ് അവരത് ചെയ്തത്? അല്ലാഹു സുബ്ഹാനഹു വതആല അതിന്റെ കാരണവും പറയുന്നുണ്ട്. ദാലിക, അത് ബിമാ അസൗവ കാനൂ യഅതദൂൻ. എന്തുകൊണ്ടാണ്? ബിമാ അസൗവ, അവര് അനുസരണക്കേട് കാണിച്ചത് കൊണ്ടാണ്. ഐൻ സ്വാദിയ അല്ലെങ്കിൽ ഐൻ സ്വാദ് വ, ഇസ്യാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുസരണക്കേട്, മഅസിയ അല്ലെ. അവർക്ക് എന്ത് കൽപ്പന കൊടുത്തു കഴിഞ്ഞാലും അവരതിനെ നിഷേധിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അവരതിനെ ഓപ്പോസിറ്റേ ചെയ്യുള്ളൂ. വകാനൂ യഅതദൂൻ, അവര് അപ്രകാരം അതിര് ലംഘിക്കുന്നവരായിരുന്നു. യഅതദൂൻ, ദാൽ ഐൻ ദാൽ വാവ് അദാ യഅദു. ആരെങ്കിലും ഒരാളുമായിട്ട് ശത്രുത ഉണ്ടായിരിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു, ശത്രുത ഉണ്ടാവുമ്പോൾ അത് അവരെന്താണ്, ആ ശത്രുതയുടെ വെറുപ്പിന്റെ മേല് അതിര് ലംഘിക്കും. അപ്പം തിത എന്ന് പറഞ്ഞാൽ അതിര് കവിയ. വകാനൂ യഅതദൂൻ, അവര് സ്ഥിരമായിട്ട് അതിരുകൾ ലംഘിച്ചുകൊണ്ടേയിരിക്കുന്നവരായിരുന്നു. അവരനുസരണക്കേട് കാണിച്ച് അതിര് ലംഘിക്കുകയും ചെയ്തു. അവരോട് എന്ത് കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ, അവരോട് എന്ത് ചെയ്യാൻ പറഞ്ഞാലും അവര് ചെയ്യൂല, എന്ത് ചെയ്യരുത് എന്ന് പറഞ്ഞാലും അവര് ചെയ്യും.
ഏതൊരു അമ്ര അവർക്ക് കൊടുത്താലും, കൽപ്പന കൊടുത്താലും അവരത് ഫോളോ ചെയ്യില്ല. ഏതൊരു നഹി, അതായത് വിരോധം അല്ലെങ്കിൽ ചെയ്യരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് ചെയ്യുകയും ചെയ്യും. അങ്ങനെ അവർ അനുസരണക്കേട് കാണിച്ചുകൊണ്ടേയിരുന്നു. ഓക്കെ, അങ്ങനെ അവര് എന്തായി, അതിര് ലംഘിക്കുന്നവരെ, അത് അവരുടെ ഒരു ഹാബിറ്റ് ആയിട്ട് മാറി. അങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ പണിഷ് ചെയ്തത്. അവരെ ഈ ദുനിയാവിലും അള്ളാഹു എന്താക്കി, ദില്ല, അല്ലെ, നിന്ദ്യത കൊടുത്തു. പരലോകത്തും അവര് അതിന്റെ ആളുകളായി മാറുകയാണ്. നമുക്ക് ലെസൺസ് നോക്കാം. ഒരുപാട് ലെസൺസ് ഉണ്ട്. അത്രയൊക്കെ പറയാൻ പറ്റുമോന്ന് അറിയില്ല, കാരണം ഓൾറെഡി നമ്മൾ കുറച്ച് ഇതിന്റെ ഇടയ്ക്കൊക്കെ പറഞ്ഞു. നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുകയാണെങ്കിൽ ഈ ഓരോ പീസ് ഇതിനകത്ത് നിന്ന് എടുക്കുമ്പോഴും നമുക്ക് ചിന്തിക്കാനുണ്ട്. സുബ്ഹാനല്ലാഹ്, ഇത് ഇതുപോലെ ഈ ആയത്തെന്നല്ല, എല്ലാ ആയത്തിലും ഉണ്ടാവും. ഇതിനകത്ത് എനിക്ക് തോന്നുന്നു കുറച്ചധികം നമുക്കിങ്ങനെ തികട്ടി വരും. നമ്മളുടെ ഉള്ളിൽ നിന്ന് തന്നെ നമ്മൾ ഓരോന്ന് ചിന്തിക്കുമ്പോൾ നമ്മളുടെ ജീവിതവുമായിട്ട് നമുക്ക് ബന്ധപ്പെടുത്താൻ പറ്റും ഒരുപാട് കാര്യങ്ങൾ. ഏറ്റവും ആദ്യം ബനി ഇസ്രായേലിന്റെ വിഡ്ഢിത്തം, അല്ലെ, മഞ്ഞൻ സെൽവയും കൊടുത്തിട്ട് അവരതിനേക്കാളും മോശമായിട്ടുള്ള എന്തൊക്കെയോ ചോദിക്കുകയാണ്. നന്ദികേട് ഉള്ളവർക്ക് മാത്രമേ പറ്റുള്ളൂ, അതിലെ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നവർക്ക്. നമ്മളെ കുറിച്ച് തന്നെ ചിന്തിച്ചു നോക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, നമുക്കില്ല, അല്ലെങ്കിൽ നമുക്ക് ഇന്നതൊക്കെയാണ്, അല്ലെങ്കിൽ എന്റെ ജീവിതം ഇങ്ങനെയാണ്, എന്റെ ജീവിതത്തിലുള്ള ആളുകൾ ഇങ്ങനെയാണ്, അവരെന്നോട് ഇതാ ചെയ്യുന്നത്, അവരിതോട് അതാ ചെയ്യുന്നത്. അത് മെറ്റീരിയൽ ആയിക്കോട്ടെ, ആളുകളായിക്കോട്ടെ, ലുക്സ് ആയിക്കോട്ടെ, എന്തിനെ കുറിച്ചാണെങ്കിലും നമ്മൾ നെഗറ്റീവ് ഫീലിംഗ് എന്ന് പറയുന്നത് നന്ദികേടിന്റെ ലക്ഷണമാണ്. നന്ദികേട് എന്ന് പറയുന്നത് ശുദ്ധ വിഡ്ഢിത്താണ്. എന്താണെങ്കിലും അൽഹംദുലില്ലാഹ് അല്ലെ, ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളെ നെഗറ്റീവ് ആകുമ്പോൾ നമ്മൾക്ക് തന്നിരിക്കുന്ന ഒന്നിനെയും നമുക്ക് പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ ഗുണമുള്ളതായിട്ട് കാണാൻ പറ്റില്ല. നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണം എന്ന് തോന്നിക്കുന്ന എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അതിന് അള്ളാഹുവിന്റെ ഒരു ഹിക്മത്ത് ഉണ്ട്. അത് ചിലപ്പോൾ നമുക്ക് വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും മനസ്സിലാവുന്നത്. വേറൊരാൾക്കും കൊടുക്കാത്ത എന്തോ എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെ എങ്ങോട്ടോ ഉയർത്താൻ വേണ്ടിയിട്ടായിരിക്കണം. നന്മ ഉദ്ദേശിച്ച് തന്നെ ആയിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, അല്ലെ, പരീക്ഷണത്തിന്റെ കാര്യം വരുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ഒരുപാട് നേടാനുണ്ട്, നമുക്ക് പഠിക്കാനുണ്ട്, നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാനുണ്ട്, നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് തിരിയാനുണ്ട്. എപ്പോഴും നമുക്ക് പരീക്ഷണത്തിൽ നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള സ്കോപ്പേ ഉള്ളൂ, നെഗറ്റിവിറ്റിയേ ഇല്ല. പക്ഷെ നമ്മളുടെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം മറന്ന ആളുകളാണ്, അല്ലെ, നമ്മളുടെ മിഷൻ മറന്ന ആൾക്കാരാണ്. നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങോട്ട് അയച്ചത് എന്തിനാന്ന് മറന്ന ആൾക്കാരാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴത്തെയും പ്രശ്നം ഞാൻ എന്റെ ഞാൻ എനിക്കതില്ല, എന്നോട് അവരത് ചെയ്തു, എന്നോട് ഇവർ ചെയ്തു, എന്നോട് മറ്റത് ചെയ്തു. എന്റെ മിഷൻ അവിടെ സൈഡാക്കി വെച്ച ആൾക്കാരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ നന്ദിയുള്ളവരാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ധാരാളമായിട്ട് വർദ്ധിപ്പിച്ചു തരും. അതേപോലെ നമ്മൾ ദുനിയാവിന്റെ ആൾക്കാരാവുമ്പോൾ അള്ളാഹു എന്താ കൊടുത്തതെന്ന് ബനി ഇസ്രായേലിന്റെ സ്റ്റോറിയിൽ നിന്ന് നമ്മൾ മനസ്സിലായില്ലേ. അപ്പൊ നമ്മൾ നന്ദി ഇല്ലാത്തവരാകുമ്പോൾ നമ്മൾ ഇല്ലാത്തതേ എണ്ണുള്ളൂ, നന്ദിയുള്ളവരാകുമ്പോൾ ഉള്ളതേ നമ്മൾ എണ്ണുള്ളൂ. ഉള്ളത് എണ്ണിയാൽ നമുക്ക് തീരെ ഇല്ല. അപ്പം നമ്മൾ ഇല്ലാത്തത് എണ്ണുമ്പോൾ അങ്ങേയറ്റം വിഡ്ഢികളായിട്ട് മാറുകയാണ് നമ്മൾ. രണ്ടാമത്തെ കാര്യം, ബനി ഇസ്രായേലിന്റെ മര്യാദകേട്, അല്ലെ, അവരുടെ പ്രവാചകന്റെ അടുത്ത് ഏത് രീതിയിലാ പറഞ്ഞ, യാ മൂസ ലൻ നസ്ബിറ അലാ തഅമിൻ വാഹിദിൻ ഫദ്ഉ ലനാ റബ്ബക്. മൂസ, ഞങ്ങൾക്ക് ഇതിന് ക്ഷമ കാണിക്കാനേ പറ്റൂല, നീ നിന്റെ റബ്ബിന്റെ അടുത്ത് ദുആ ചെയ്യ്. കൽപ്പന പോലെയാണ്, അല്ലെ, സുബ്ഹാനല്ലാഹ്. നീ ഞങ്ങൾക്ക് വേണ്ടി നിന്റെ റബ്ബിന്റെ അടുത്ത് ദുആ ചെയ്യ്. ഇതും നമ്മളെ ഒരു പ്രശ്നം, അല്ലെ. നമ്മൾ പലപ്പോഴും നമ്മളെ ദുആക്ക് വേണ്ടിയിട്ട് നാട്ടുകാരെ ഏൽപ്പിക്കുന്ന ഒരു ശീലം, സുബ്ഹാനല്ലാഹ്. നമുക്ക് അള്ളാഹുമായിട്ട് ഒരു ബന്ധം ഇല്ലാത്ത പോലെ, അത് നാട്ടുകാരുമായിട്ട് ബന്ധമുള്ള ആളാണ് അള്ളാഹു, അസ്തഗ്ഫിറുല്ലാഹ്. നാട്ടുകാരുമായിട്ട് മാത്രമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ബന്ധം എന്നുള്ള പോലെയാണ് നമ്മൾ പലതും ഏൽപ്പിക്കുന്നത്. എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ, അല്ലെ. നമ്മൾ നമുക്ക് വേണ്ടി തന്നെ ദുആ ചെയ്താൽ മതി. നമ്മളുടെ ആവശ്യത്തിന് അള്ളാഹുവിന്റെ അടുത്ത് ചോദിക്കുന്നത് പോലെ വേറെ ആർക്കെങ്കിലും നമ്മളെ ആവശ്യത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പറ്റുമോ? നമുക്ക് തന്നെ നമ്മളെ കയ്യിൽ ഒരു 10 കാര്യങ്ങളെ ലിസ്റ്റ് ഉണ്ടെങ്കിൽ ആ 2 കാര്യം നമുക്ക് മര്യാദയ്ക്ക് റബ്ബിന്റെ അടുത്ത് ചോദിക്കാൻ പറ്റാറുള്ളൂ, അല്ലെ. ആ ബാക്കി 8 കാര്യം നമുക്ക് മറന്നു പോകും. അപ്പോൾ നമ്മളെ കാര്യം വേറൊരാളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതുപോലെ ദുആ ചെയ്യാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. സുബ്ഹാനല്ലാഹ്, വലിയൊരു വ്യത്യാസം ഉണ്ട്, അല്ലെ. അവിടെ നമ്മളെ കാര്യത്തിന് വേണ്ടി ദുആ ചെയ്യുന്നതും മറ്റുള്ളവർ ദുആ ചെയ്യുന്നതുമായിട്ട്. സൂറത്ത് ഗാഫിറിൽ 60-ാമത്തെ ആയത്തില് വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും, ആർക്കും അറിയാത്ത ആയത്തൊന്നും അല്ല ഇത്. നിങ്ങളുടെ രക്ഷിതാവ് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കമാൻഡാണത്. എന്താണ്? ഉദ്ഉനി, നിങ്ങൾ എന്നെ വിളിക്ക്. കമാൻഡാണ്, അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അള്ളാഹു മറുപടി അഷ്വറൻസ് ആണ്. എന്താണ് അള്ളാഹു പറയുന്നത്?
അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾ എന്നോട് ചോദിക്ക് എന്ന് കൽപ്പിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും എന്ന് പറയുമ്പോൾ അതിനേക്കാളും വലിയ ഒരു അഷ്വറൻസ്, ഒരു ഉറപ്പ് നമുക്ക് വേറെ എവിടെയാ ഉള്ളത്? ആരോടെങ്കിലും പറയുന്നതിലാണോ? സുബ്ഹാനല്ലാഹ്. തുടർന്ന് അള്ളാഹു പറയാണ്, ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. എന്നെ ആരാധിക്കാതെ അഹങ്കാരം നടിക്കുന്നവരാരോ, അതായത് ആര് എന്നോട് ദ്വാ ചെയ്യാതെ, അല്ലെ, അവൻ സെൽഫ് സഫീഷ്യന്റ് ആണെന്ന് ആര് ചിന്തിക്കുന്നുവോ, അവൻ അഹങ്കാരം കാണിക്കുന്നുവോ, എന്താണ്, അവർ വഴിയെ നിന്ദ്യരായിക്കൊണ്ട് നരകത്തിൽ പ്രവേശിക്കുന്നതാണ് തീർച്ച. സുബ്ഹാനല്ലാഹ്, ദാഖിരീൻ, നിന്ദ്യരായിക്കൊണ്ട്. അപ്പം ഇതായിരുന്നു അവരുടെ എന്താണ് മര്യാദകേട്, അഹങ്കാരം. അവര് മൂസ അലൈഹിസ്സലാമിനെ അഡ്രസ് ചെയ്ത രീതി, അല്ലേ, നീ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാം. അപ്പൊ നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നമ്മൾ അള്ളാഹുവിന്റെ അടുത്ത് നേരിട്ട് ചോദിക്കാം. അള്ളാഹ് തരുന്ന ഉറപ്പുണ്ട്, അതിലും വലിയ ഉറപ്പ് നമുക്ക് ആരുടെ അടുത്താ ഉള്ളത്, അല്ലേ? പക്ഷെ ഇങ്ങനെ പറയുന്നത് കൊണ്ട് നമ്മൾ വേറെ ആരോടും ദുആ ചെയ്യാൻ പറയരുത് എന്നല്ല കേട്ടോ. ദുആ ചെയ്യാൻ നമുക്ക് ചോദിക്കാം, അത് അനുവദനീയമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ നമ്മൾ ഒരാളെ ഏൽപ്പിക്കുമ്പം ഒരിക്കലും നമ്മൾ നമ്മളെ കാര്യത്തിന് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി മറന്നു പോകരുത്. ഇവിടെ ഇപ്പം ഇവിടുത്തെ വ്യത്യാസം അതാണ്. അവര് ദുആ ചെയ്യാണ്ട് അവര് മൂസ അലൈഹി ഇസ്ലാമിനെ ഏൽപ്പിക്കുകയാണ്, നീ ദുആ ചെയ്യുന്നു പറഞ്ഞിട്ടല്ലേ. അപ്പൊ നമ്മൾ മറ്റുള്ളവരെ ഏൽപ്പിക്കുമ്പോൾ അത് നമ്മൾ ദുആ ചെയ്യാൻ വേണ്ടി മറക്കുകയും ചെയ്യരുത്. അതിന്റെ കൂടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമുക്ക് നമ്മളെ കാര്യത്തിനെ കുറിച്ച് ദുആ ചോദിക്കാൻ പറ്റുന്ന പോലെ വേറൊരാൾക്ക് ചിലപ്പോൾ അവരുടെ അടുത്ത് അതുപോലെ ഒരു 100 കണക്കിന് ദുആ റിക്വസ്റ്റ് വരുന്നുണ്ടാവില്ലേ, അവർക്ക് ചോദിക്കാൻ പറ്റൂല, അവർക്ക് ഓർമ്മ തന്നെ ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് നമ്മളെ കാര്യം 10ഉം 15ഉം കയ്യിലുള്ളപ്പോൾ ചിലപ്പോൾ 2ഓ 3ഓ നമുക്ക് ചോദിക്കാൻ പറ്റാറുള്ളൂ റബ്ബിന്റെ അടുത്തില്ലേ. നമ്മളെ സ്വന്തം കാര്യം അങ്ങനെ തന്നെയാ എല്ലാ മനുഷ്യന്മാരും. അപ്പൊ നമ്മൾ മറ്റുള്ളവരെ ഏൽപ്പിക്കുമ്പോൾ അത് എത്രത്തോളം ഇഫക്റ്റീവ് ആണെന്നുള്ളത് ചിന്തിച്ചു നോക്കുക. പക്ഷെ ദുആ ചെയ്യാൻ ഏൽപ്പിക്കാം, അതിനകത്ത് തെറ്റൊന്നുമില്ല. പ്രത്യേകിച്ച് നമുക്ക് അവർക്ക് കുറച്ച് ഈമാൻ അധികമുള്ള ആളുകൾ അല്ലെങ്കിൽ പ്രവാചകന്മാരുടെ അടുത്ത് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിരുന്ന തെളിവുകളൊക്കെ നമ്മളുടെ അടുത്തുണ്ട്. പണ്ഡിതന്മാരെ ഏൽപ്പിക്കാറുണ്ട്, അല്ലെ, അള്ളാഹുവിന്റെ അടുത്ത് ക്ലോസ് ആണെന്ന് നമുക്ക് തോന്നുന്ന ആൾക്കാർ, ഈവൻ നമ്മുടെ പാരന്റ്സിന്റെ അടുത്ത്, മാതാപിതാക്കളുടെ ദുആ എന്തായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും, അതൊക്കെ നമുക്ക് പറയാം. പക്ഷെ അതൊരു ഹാബിറ്റ് ആക്കി മാറ്റണ്ട. ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് ബെഗ് ചെയ്യുന്ന കാര്യം അതൊരു നല്ല ഹാബിറ്റ് അല്ല. അപ്പൊ നമ്മളും അള്ളാഹും തമ്മിലുള്ള ബന്ധത്തിന് പിന്നെ എന്താ ഒരു വാല്യൂ അവിടെ ഉള്ളത്, അല്ലേ? ഒരു ഉദാഹരണം പറയാം. ഞാൻ മുമ്പ് ഏതോ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ല ഇത്. അതായത് നമ്മളൊരു വിരുന്നിന് പോവാ ഒരു വീട്ടില്, നമ്മളെ വീട്ടിലേക്ക് ആ വിരുന്നിന് ക്ഷണിച്ച ആള്, ആ വീട്ടുകാരി അവിടെ ഉണ്ട്. നമ്മൾ അവിടെ ചെന്നിട്ട് അവര് നമുക്ക് ഭക്ഷണം വിളമ്പി തരും, സ്വാഭാവികമായിട്ട് അങ്ങനെയാണല്ലോ, അല്ലെ. പക്ഷെ നമ്മൾ അവിടെ ചെന്നിട്ട് അവിടെ വിരുന്നിന് വന്ന എല്ലാവരുടെ അടുത്തും എനിക്ക് ഭക്ഷണം തരോ, എനിക്ക് ഭക്ഷണം തരോ, എനിക്ക് ഭക്ഷണം തരോ എന്ന് ഇവരെ മുമ്പ് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുക. അവരെന്താ മനസ്സിൽ വിചാരിക്കുക, ഹലോ, ഞാനല്ലേ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്തത്, നിങ്ങൾക്ക് ഭക്ഷണം ഞാൻ തരൂലേ, അല്ലേ, എന്നോട് ചോദിച്ചാ പോരെ. സുബ്ഹാനല്ലാഹ്, ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം തരാൻ വേണ്ടിയിട്ടല്ലേ വിളിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ അവരെ മുമ്പിൽ വെച്ച് മറ്റുള്ള ആരോടും ചോദിക്കുകയാണെങ്കിൽ അവർക്ക് എന്തൊരു ഇൻസൾട്ട് ആയിരിക്കും അതല്ലേ. അതേപോലെ ഒരു ഉമ്മ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വീട്ടില്, മക്കള് ഉമ്മന്റെ അടുത്ത് ചെന്ന് ഭക്ഷണം ചോദിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാം, താത്തന്റെ അടുത്തോ അനിയത്തിന്റെ അടുത്തോ എനിക്ക് ഭക്ഷണം തരാൻ വേണ്ടി ഉമ്മനോട് പറയും, ഭക്ഷണം തരാൻ ഉമ്മനോട് പറയും. ഉമ്മാന്റെ അടുത്ത് നേരിട്ട് ചോദിച്ചാൽ പോലെ. ശരിക്കും എപ്പോഴാണ് ഇങ്ങനെ മക്കൾ പറയാ, ഉമ്മന്റെ അടുത്ത് നേരിട്ട് ചോദിക്കാണ്ട് താത്തന്റെ അടുത്തോ അനിയത്തിന്റെ അടുത്തോ ചോദിക്കപ്പോഴാ? ഉമ്മയായിട്ട് എന്തെങ്കിലും ഒരു ഫൈറ്റ് ഉള്ളപ്പോ, അല്ലെ, ഉമ്മയായിട്ട് നല്ല ടേംസിലല്ലാത്തപ്പോഴാണ് നീ ഒന്ന് പറഞ്ഞു നോക്ക് എനിക്ക് തരുമോന്നല്ലേ, നല്ല മുട്ടായി ഉമ്മ എനിക്ക് തന്നിട്ടില്ല, ഒന്ന് പറഞ്ഞു നോക്ക്. അങ്ങനെ പറയാം, ഉമ്മയായിട്ട് ടേംസ് നല്ലതല്ലാത്താവുമ്പോഴാ. സുബ്ഹാനല്ലാഹ്, ഉമ്മയായിട്ട് നല്ല ടേംസ് ആണെങ്കിൽ നേരിട്ട് ഉമ്മ എനിക്ക് വിശക്കുന്നല്ലേ, ഉമ്മ എനിക്ക് ആ മുട്ടായി തരണം കേട്ടോ എന്ന് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആലയായിട്ടുള്ള നമ്മളുടെ ബന്ധം എവിടെയാണ്? നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം തരും എന്ന് പറയുന്ന റബ്ബിന്റെ ഉറപ്പിലുള്ള നമ്മുടെ വിശ്വാസം എവിടെയാണ്? അപ്പൊ നമുക്ക് ഇടക്ക് ഏതെങ്കിലും ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ആളുകൾ ആവശ്യമുണ്ടോ? അള്ളാഹു തരാന്ന് ഉറപ്പ് പറയുമ്പോൾ ആലോചിച്ച് നോക്കുക. അതിന്റെ കൂടെ ഇത് ഹറാമാണെന്നല്ല പറയുന്നത്, ചോദിക്കാം, ആളുകളോട് ദുആ ചെയ്യാം, പറയുകയും ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. ഇനി വേറൊരു ലെസൺ എന്ന് പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു അനുഗ്രഹം തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ യൂസ് ചെയ്യണം. അള്ളാഹു ഹൈറായത് എന്തെങ്കിലും നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് വേണ്ട, എനിക്ക് അതിനേക്കാൾ കുറഞ്ഞ അതിനാ മതി എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നാലെ പോകേണ്ട കാര്യമില്ല. ബനി ഇസ്രായേലിന് ഹൈറായിട്ടുള്ള ഏറ്റവും ഉത്തമമായിട്ടുള്ളത് കൊടുത്തപ്പം അവര് പറയണ എനിക്ക് അതിനാ മതി. സുബ്ഹാനല്ലാഹ്, അള്ളാഹു നമുക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് സുപ്പീരിയർ ആയിട്ട് അള്ളാഹു നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആണ്. അത് ചൂസ് ചെയ്യുന്നതിന് ഒരു തെറ്റുമില്ല.
നമ്മളുടെ ലിമിറ്റിൽ, നമ്മളുടെ ബഡ്ജറ്റിലുള്ളതാണെങ്കിൽ, അത് അധിക ചെലവല്ലാത്ത രീതിയിൽ, അല്ലെങ്കിൽ കാണാൻ വേണ്ടി അല്ലെങ്കിൽ കാണിക്കാൻ വേണ്ടി, മറ്റുള്ളവരെ വിഷമിപ്പിക്കാൻ വേണ്ടി അല്ലാന്നുണ്ടെങ്കിൽ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിനകത്ത് ഒരു തെറ്റുമില്ല. ചിലർക്കെങ്കിലും ഒരു വിചാരം ഉണ്ടല്ലേ, അതായത് ദീനി ആയിരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും ചീപ്പായിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കുക, നല്ലതൊന്നും ഉപയോഗിക്കാൻ പാടില്ല, അങ്ങനെയൊന്നുമില്ല. നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, കൂടുതൽ ബെറ്റർ ആയത് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഒരു അനുഗ്രഹം തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അത് നമുക്ക് കൂടുതൽ സൗകര്യം, നമ്മളുടെ പേർപ്പസ് മറക്കാതെ എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത് നമ്മളെ ഉദ്ദേശത്തിലേക്ക് എത്താൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരു തെറ്റുമില്ല, അത് ഖൈറാണ്, അതിലേക്ക് നമുക്ക് പോവാം. അടുത്ത കാര്യം, ആളുകള് ദുന്യാവ് മെയിനായിട്ട് ദുന്യാവിന്റെ പിന്നാലെ ഓടുമ്പം, ദുന്യാവിലുള്ള ഇച്ഛകളുടെ പിന്നാലെ ഓടുമ്പോൾ, അല്ലെങ്കിൽ ദുന്യാവിലുള്ള പ്രശ്നങ്ങളും പരാതികളുമായിട്ട് അതിന്റെ പിന്നാലെ ഓടുമ്പോൾ അവര് ഇവിടെ തന്നെ എന്താകും, നിന്ദ്യരാക്കപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എന്താണ്, ദുന്യാവിന്റെ പിന്നാലെ ഓടാൻ വേണ്ടിയല്ല സൃഷ്ടിച്ചിട്ടുള്ളത്. സൂറത്ത് ദാരിയാത്തില് 50-ാമത്തെ ആയത്തില് ഫഫിറു ഇലല്ലാഹ്, അതിനാൽ നിങ്ങൾ അള്ളാഹുവിലേക്ക് ഓടിച്ചെല്ലുക. അത് നിങ്ങൾ ഏതോ ഒരു സ്റ്റോറിലുണ്ട്, നല്ല ഓഫർ ഉണ്ട്, അവിടെ വേഗം ഓടിച്ചെന്ന് വാങ്ങിക്കോ നല്ല റബ്ബ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന അനുഗ്രഹം നമ്മൾ ഉപയോഗിക്കണം. ആ അനുഗ്രഹം ഉപയോഗിക്കുന്നത് പോലും എന്തിനായിരിക്കണം, ഫഫിറു ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ഓടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കണം. നമ്മൾ അള്ളാഹുവിലേക്കല്ല ഓടുന്നത് എന്നുണ്ടെങ്കിൽ, നമ്മൾ ദുന്യാവിന്റെ പിന്നാലെയാണ് ഓടുന്നത്, അല്ലെങ്കിൽ ദുന്യാവിലുള്ള പ്രശ്നങ്ങളുടെ മേലെ സ്റ്റക്കായിട്ടാണ് നമ്മൾ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ, അതും കൺസിഡർ ചെയ്യാതെ നമ്മൾ അള്ളാഹുവിലേക്ക് ഓടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ എന്താക്കും, ദില്ലയും മസ്കനയും നമ്മളെ ബാധിക്കും. തിർമിദിയും ഇബ്നു മാജയും റിപ്പോർട്ട് ചെയ്ത്, തിർമിദി ഹസൻ ഗരീബാക്കിയിട്ടുള്ള ഒരു ഹദീസ് ഉണ്ട്. യാ ഇബ്നു ആദമ തഫറഗ ലിഇബാദതി, അല്ലയോ ആദമിന്റെ മക്കളെ, ആദമിന്റെ സന്താനമേ, നിങ്ങളെ എന്റെ ഇബാദത്തില് ധൃതിയുള്ളവരാക്കുക, അല്ലെങ്കിൽ ഇബാദത്തിൽ മുഴുകുക, ഇബാദത്തിൽ നിങ്ങൾ സ്വയം ബിസി ആവുക. അപ്പൊ അല്ലാഹു എന്ത് ചെയ്യും, അംല സ്വദറഖൈന, നിങ്ങളുടെ ഹൃദയങ്ങൾ ഞാൻ തൃപ്തി കൊണ്ട് നിറയ്ക്കും. നിങ്ങൾ ഇബാദത്തിന് വേണ്ടി ടൈം ഉണ്ടാക്കുക. ഇബാദത്ത് എന്ന് പറയുമ്പം എല്ലാം ഇബാദത്താണ്. അപ്പൊ നമ്മൾ ചെയ്യുന്നതെല്ലാം ആ ലക്ഷ്യത്തിലേക്കുള്ളത് ആയിരിക്കണം. ഇബാദത്തിന് വേണ്ടി ഓടലായിരിക്കണം നമ്മളുടെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ഹൃദയത്തിൽ റിച്ച്നെസ്, എന്താണ്, ധനികത, സംതൃപ്തി, സന്തോഷം നിറയ്ക്കും. പക്ഷെ നമുക്ക് അള്ളാഹുവിന് വേണ്ടി സമയം ഇല്ലാന്നുണ്ടെങ്കിൽ, ഇല്ലാത്ത നിങ്ങൾ അതല്ല ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ്, സദറക ഷുഗലൻ, നിങ്ങളുടെ ഹൃദയം അള്ളാഹു എന്താണ്, ഷോല് കൊണ്ട് നിറക്കി, എപ്പോഴും എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ചുള്ള ആധികള്, മിസറി, സങ്കടങ്ങള്, വിഷമങ്ങള്, അതൃപ്തി, അതിന്റെ പിന്നാലൂടെ അത് എത്ര ചെയ്ത് നമ്മള് മുമ്പ് ഈ ടോപ്പിക്ക് മാത്രമായിട്ട് എടുത്തൊരു ക്ലാസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് അന്ന് നമ്മൾ പറഞ്ഞൊരു ഉദാഹരണം ഉണ്ട്, ട്രെഡ്മില്ലിന്റെ മുകളിൽ ഓടുന്ന പോലെയാണ്. നമ്മളൊരു ട്രെഡ്മില്ല് സ്വിച്ച് ഓൺ ചെയ്തിട്ട് ഒരു അരമണിക്കൂറോ 1 മണിക്കൂറൊക്കെ ഓടിയാൽ ചിലപ്പോൾ നമ്മൾ 1 കിലോമീറ്റർ 2 കിലോമീറ്റർ ഒക്കെ കവർ ചെയ്യും. പക്ഷെ ഈ എത്ര കിലോമീറ്റർ ഓടിയാലും നമ്മൾ അവിടെ നിന്ന് തന്നെ കിതക്കേ ഉള്ളൂ അല്ലെ, നമ്മൾ എവിടെ എത്തൂല, വേറൊരു സ്ഥലത്തേക്ക് പോണില്ല. അതുപോലെയാണ് നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇബാദത്തിൽ നമ്മളെ ബിസി ആക്കാതെ, നമ്മൾ ഇഹലോകത്തിന്റെ പ്രശ്നങ്ങളും ഇഹലോകത്തിന്റെ പരാതികളിലും പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഫുൾ ടൈം കിതച്ചുകൊണ്ടേയിരിക്കും, നമ്മൾ ഫുൾ ടൈം ഷുഗലായിക്കൊണ്ടേയിരിക്കും. പക്ഷെ നമുക്ക് ഒന്നും കിട്ടൂല, എവിടെ എത്തൂല, തൃപ്തി ഉണ്ടാവില്ല, നഷ്ടക്കാരപ്പെട്ടവരായിരിക്കും. നമ്മൾ ദില്ലയും മസ്കനെയും നമ്മളെ ബാധിക്കും. അപ്പം നമുക്ക് ദാരിദ്ര്യം അല്ലെങ്കിൽ അതൃപ്തി അല്ലെങ്കിൽ സങ്കടം തോന്നുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം നമ്മൾ അള്ളാഹുവിന്റെ ഇബാദത്തിൽ നമ്മളെ മുഴുകാത്തത് കൊണ്ടാണ്, ദുന്യാവ് ചേസ് ചെയ്യുന്നത് കൊണ്ടാണ്. അതാണ് ദാരിദ്ര്യം. പിന്നെ നമ്മൾ മനസ്സിലാക്കുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാല്, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അനുസരണക്കേട് കാണിച്ചു കഴിഞ്ഞാല് അത് ഇങ്ങനെ വീണ്ടും 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 അനുസരണക്കേട് കാണിച്ചിട്ട് അള്ളാഹു എന്താണ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളിലേക്ക് എത്തുകയും ചെയ്യും. അള്ളാഹുവിന്റെ ഗദബ് നമ്മളെ മേല് ഉണ്ടാവുകയും ചെയ്യും. ആ ഗദബിന്റെ മേല് നമ്മൾ വീണ്ടും 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 അത്തരം തിന്മകളിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. ഒന്ന് കഴിഞ്ഞ് ഒന്നായിട്ട് നമ്മൾ അത്തരം തിന്മകളിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. ذلك بأنهم كانوا يكفرون بآيات الله ويقتلون النبيين بغير الحق ذلك بما عصوا وكانوا يعتدون. അവർ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ അവിശ്വസിച്ചു അല്ലെ. അള്ളാഹു നമ്മളെ അടുത്തൊരു കാര്യം കൽപ്പിക്കുമ്പോൾ അത് നമ്മൾ വലിയ പ്രശ്നമൊന്നുമില്ല, കാര്യമല്ല, മൈൻഡ് ആക്കണ്ട അല്ലെ. നമ്മളൊക്കെ പലപ്പോഴും അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷെ നമുക്കത് ശരിക്കും മനസ്സിലാവാത്തത് കൊണ്ടായിരിക്കും. അപ്പൊ അതിനെ നമ്മൾ നിസ്സാരവൽക്കരിക്കുമ്പോൾ
അത് നമ്മൾ പോലും അറിയാതെ വേറെ തിന്മകളിലേക്ക് എത്തുകയാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. ഇവര് ബനി ഇസ്രായേൽ പ്രവാചകന്മാരെ കൊല്ലുന്നതിലേക്ക് എത്തി. എന്തുകൊണ്ടാ? ദാലിക ബിമാ അസൗ വകാനൂ യഅ്തദൂൻ. അവര് അനുസരണക്കേട് കാണിച്ചത് കൊണ്ട്, അത് അവര് ശീലമാക്കിയത് കൊണ്ട്. അള്ളാഹുവിന്റെ കൽപ്പനകളെ നിസ്സാരവൽക്കരിക്കൽ, അനുസരണക്കേട് കാണിക്കല് എന്താണ്, അതിര് കവിയൽ അവരത് ശീലമാക്കി. അവരുടെ ഒരു തിന്മ മറ്റൊരു തിന്മയിലേക്ക് അവരെ നയിച്ചുകൊണ്ടേയിരുന്നു. ഒരു തെറ്റ് മറ്റൊരു തെറ്റിലേക്ക് അവരെ നമ്മളൊരു നന്മ ചെയ്യുകയാണെങ്കിലും നമുക്ക് അടുത്ത നന്മ ചെയ്യാനുള്ള അവസരം നമ്മളെ മുന്നിൽ എത്തൂലേ. അത് നമുക്ക് ചെയ്തു തുടങ്ങി അറിയാം. ഏതൊരു ഏരിയയിൽ നമ്മൾ നന്മ ചെയ്യാൻ ഒരുങ്ങിയാലും അവിടെ നമുക്ക് കൂടുതൽ നമ്മളെ മുന്നിൽ വരും അതിന് വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ. ഏതൊരു കാര്യമാണോ നമ്മൾ ചെയ്യാൻ, നമ്മൾ ഫസ്റ്റ് ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ചാൽ മതി, നമ്മളുടെ മുമ്പിൽ ഒരുപാട് അവസരങ്ങൾ വരും. അത് നമ്മൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഫെസിലിറ്റേറ്റ് ചെയ്യുക, നമുക്ക് സൗകര്യപ്പെടുത്തി തരിക. അതാണ് നമുക്ക് ഈസി ആക്കി തരും. നമ്മൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എന്തിലേക്കാണോ കാലെടുത്ത് വെക്കുന്നത്, അള്ളാഹുവിനെ അനുസരിക്കാൻ വേണ്ടിയാണ് നമ്മൾ തീരുമാനിക്കുന്നത്, അതിനാണ് കാലെടുത്ത് വെക്കുന്നതെങ്കിൽ അത് അനുസരണ അള്ളാഹു എളുപ്പാക്കി തരും. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന അള്ളാഹുവിന്റെ ആയാത്തുകൾ കുഫ്ർ കാണിക്കാൻ വേണ്ടിയിട്ട്, തിരിഞ്ഞു നിൽക്കാൻ വേണ്ടി, നിഷേധിക്കാൻ വേണ്ടിയാണ് നമ്മൾ സ്റ്റെപ്പ് എടുത്ത് വെക്കുന്നെങ്കിൽ അത് അള്ളാഹു എളുപ്പാക്കി തരും. അതിലേക്ക് അള്ളാഹു നമ്മളെ നടന്നെടുത്തോളം പറയും. അത്തരത്തിലാണ് ഇന്നത്തെ നാട്ടിൽ നമ്മുടെ ചുറ്റും കാണുന്ന പല അതിക്രമങ്ങൾക്കും വളമാകുന്നത് അല്ലെ. അവര് ചെയ്യാൻ തീരുമാനിക്കും, അള്ളാഹു അത് എളുപ്പാക്കി കൊടുക്കും. അങ്ങനെ അതിനകത്ത് അവർ മുന്നേറും. നന്മ ചെയ്യുന്നവർക്ക് അള്ളാഹു നന്മയിൽ മുന്നേറാൻ വേണ്ടിയിട്ടുള്ള അവസരം കൊടുക്കും. അപ്പം നമ്മൾ ഓരോ ആക്ഷനും വേറൊരു ആക്ഷനിലേക്ക് നമ്മളെ എത്തിക്കും. ഒന്നും ഇൻഡിപെൻഡന്റ് അല്ല, അത് മറ്റുള്ളവരുടെ ജീവിതങ്ങളെയും ബാധിക്കും. അതൊരു റിപ്പിൾ എഫക്റ്റ് ആണ്. നമ്മളൊരു നന്മ ഇങ്ങനെ നമ്മളൊരു തുള്ളി എടുത്ത് ആർക്കെങ്കിലും കൊടുക്കുമ്പോൾ അത് അവരിൽ നിന്ന് മറ്റവരിലേക്ക് പോകും. നമുക്ക് കൂടുതൽ നന്മ ചെയ്യാനുള്ള അവസരം കിട്ടും. പിന്നെ അത് കൂടുതൽ ആളുകളിലേക്ക് എത്തും. അത് ഒരു കുളത്തിലോ ഇതിലൊക്കെ കല്ല് എടുത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് കണ്ടൂടെ, ആ റിപ്പിൾ ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ അത് വരുന്നത്. അതേപോലെയാണ് നമ്മൾ ഒരു തുള്ളി നന്മ ഇട്ട് കഴിഞ്ഞാൽ ആ നന്മ അള്ളാഹു പെരുപ്പിച്ച് കൂടുതൽ നന്മ ചെയ്യാനുള്ള അവസരം. അതേപോലെ നമ്മളൊരു തുള്ളി തിന്മ കാണിക്കാൻ ഒരുക്കിയാൽ അള്ളാഹു എന്താക്കും, അത് പെരുപ്പിച്ചു തരും. പിന്നെ അതിൽ നമ്മൾ ശീലമുള്ള ആൾക്കാരായിട്ട് മാറും. പിന്നെ ഏറ്റവും വലിയ തിന്മകളിലേക്ക് നമ്മൾ പോകും. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഗദബും ദില്ലയും മസ്ഖരയും ഒക്കെയുള്ള ആളുകളായിട്ട് മാറും. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന് തൃപ്തിയുള്ള ആൾക്കാരായിട്ട് മാറാനുള്ള തൗഫീക്ക് നമുക്ക് തരട്ടെ. നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോകുന്ന തെറ്റുകൾ, അനുസരണക്കേടുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി തരട്ടെ. ഇനി നമ്മൾ പഠിക്കുന്ന മനസ്സിലാക്കുന്ന ഓരോ കാര്യങ്ങളും ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് റബ്ബിന്റെ തൗഫീഖോട് കൂടി അധ്വാനിച്ചുകൊണ്ടേയിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെ, ബിസ്സബ്രി വസ്സലാഹ്, 2 ടൂൾ അള്ളാഹു നമുക്ക് തന്നിട്ടുണ്ട്. എത്ര പറ്റുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാലും ദുആ ചെയ്യുക, ക്ഷമിച്ചിട്ട് വീണ്ടും ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്റ്റേജിലെത്തുമ്പോൾ ഓരോ കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എളുപ്പമാക്കി തരും. അത്തരം അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി അള്ളാഹുവിലേക്ക് ഓടിയടുക്കുന്ന ആളുകളാകാൻ വേണ്ടിയിട്ട് റബ്ബ് നമുക്ക് തൗഫീഖ് തരട്ടെ. ആ വഴി റബ്ബ് നമുക്ക് എളുപ്പമാക്കി തരട്ടെ. ആമീൻ. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم إني أسألك أن تجعل القرآن ربيع قلوبنا ونور صدورنا وجلاء أحزاننا وذهاب همومنا. اللهم آت نفسي تقواها وزكها أنت خير من زكاها وأنت وليها ومولاها. ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم. أقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم. وآخر دعوانا عن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.